എനിക്ക് തോന്നില്ല ഒറ്റ സിറ്റിങ്ങിൽ പെട്ടെന്ന് വായിച്ചങ്ങ് മനസ്സിലാവുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ സ്ക്രിപ്റ്റ് ഒരിക്കലും. രഞ്ജിത്ത് എത്ര പ്രാവശ്യം വായിച്ചിരുന്നു സ്ക്രിപ്റ്റ്? 8 പ്രാവശ്യം. 8 പ്രാവശ്യം വായിച്ചു. 8 പ്രാവശ്യം. സന്ദീപ് മച്ചിൽ കിടക്കുന്നുണ്ട്, മച്ചിൽ നിന്ന് കുറേ എഴുതുന്നുണ്ട്. ഇതുപോലെ കുട്ടിക്കാലത്ത് ചില മാഗസീനുകൾക്ക് ആഴ്ചപ്പതിപ്പുകൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ അതിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതുമായിരുന്നു. ഓക്കെ, എഴുത്തരണേ, നീ എഴുതുമോ? ഇല്ല, അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതില്ല. ഓക്കെ, നീ എനിക്ക് ഇപ്പോൾ ഒരു കഥ എഴുതണം. അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് എഴുതണം. പിന്നെ എഴുതാണ്ടിരിക്കുന്നത് അന്ന് തുടങ്ങിയതാണ്. സത്യം പറ, അതിപ്പോഴും വീട്ടിലില്ലേ? ഇല്ല ഇല്ല ഇല്ല, വീട്ടില. അതിന്റെ വൺ ലൈൻ പറഞ്ഞാൽ ഞാനത് വായിച്ചിട്ടുണ്ടോ ഡൗട്ട്. സന്ദീപിന്റെ ക്ലൈമാക്സിൽ 2-3 സീനുണ്ട്, അത് ഹെവിയാണ്. ആ ടേക്ക് അവൻ്റെ സിംഗിൾ ടേക്ക്, അത് ഫസ്റ്റ് ടേക്ക് തന്നെയാണ് നമ്മൾ ലോക്കെ ടേക്ക് വെച്ചത്. അപ്പോൾ അത് ആക്ച്വലി അന്നത്തെ സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡു ഓർ ഡൈ സിറ്റുവേഷൻ നിൽക്കായിരുന്നു. ആ ഷെഡ്യൂളിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ആ സീനിന് മുന്നേ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പോലും ഇല്ല എന്നാണ് തോന്നുന്നത്. അവൻ തലേ ദിവസം തന്നെ പഠിച്ചിട്ടൊക്കെ വന്നിട്ടാണ് പറഞ്ഞത് തോന്നുന്നത്. തിയേറ്ററിൽ എന്നെ ഞെട്ടിച്ച കുറേ സീനുകളുണ്ട്. അതിലൊന്നാണ് നായയുടെ വായൊക്കെ കാണിക്കുന്നത്. അതിന് കൃത്യമായിട്ട് അതിന് ക്യൂ കൊടുത്തിട്ട് ആ പെർഫോമൻസ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ഡോക്ടർ ട്രെയിനറാണ്. അത് നയ അഗ്രസീവ്നെസ് തോന്നിപ്പിക്കാൻ പാകത്തുള്ള പുള്ളിയുടെ ചില ക്യൂകളുണ്ട്. ഞാൻ ഓടും എന്നുള്ള രീതിയിൽ ഈ ട്രെയിനർ പെട്ടെന്ന് നിലവിളിച്ചിട്ട് കുറേ നേരം ഇറിറ്റേറ്റ് ചെയ്യും. അതൊന്ന് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഡോഗ് ദേഷ്യം കാണിക്കും, അയ്യോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടും. അപ്പോൾ വെച്ചാൽ ഡോഗിനൊരു വാലിഡേഷൻ കിട്ടി, ഞാൻ അവർ ഓടിച്ചു. അപ്പോൾ ആ ഡോഗിൻ്റെ സൈക്കോളജിയും കൂടെ അറിഞ്ഞിട്ടുള്ള ട്രെയിനറിൻ്റെ അപ്രോച്ചിലാണ് ഈ പരിപാടികളൊക്കെ നടക്കണം. ചിലപ്പോൾ ചില സമയത്ത് ഈ ഡോഗ് ട്രെയിനർ പിന്നെ വാവൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് എടുത്തിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടിക്കളയും. അപ്പോൾ നമ്മൾ ഒന്നും സംഭവിക്കില്ല. ആദ്യം തന്നെ ഞങ്ങൾ നന്ദി പറയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഒരുപാട് നേരം ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കണത്, എക്കോ മൂവിയെക്കുറിച്ച് സംസാരിക്കണത്. ഇപ്പോഴും ഞങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ വീണ്ടും 2-3 തവണ കണ്ട ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ ഇങ്ങനൊരു സിനിമ തന്നതിന് ഞങ്ങൾ ആദ്യം നന്ദി പറയാണ്. താങ്ക് യു. പറയുമ്പോൾ തന്നെ രോമാഞ്ചം. ഈ രോമാഞ്ചം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ സിനിമ എടുക്കണത് ആൾക്കാരും കൊണ്ട് അത് വീണ്ടും വീണ്ടും തിയേറ്ററിൽ പോയി കാണിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞത്. കേൾക്കാം. ഞാൻ 3 തവണ സിനിമ ഉണ്ട്. ഞങ്ങൾ പ്രൊഡ്യൂസർ ചെയ്യാൻ അതിൽ വളരെ ഹാപ്പിയാണ്. ശരിക്കും അത് അങ്ങനെ ആലോചിച്ചിരുന്നോ, അങ്ങനെ തന്നെ വേണമെന്ന്? ആൾക്കാരുടെ ഡിസ്കഷനിൽ വരണം, അല്ലെങ്കിൽ ഇത് വീണ്ടും കാണണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു? അങ്ങനെയൊന്നും ഡെലിവറായിട്ട് ഒരു തവണയെങ്കിലും കാണണം നമ്മൾ ആഗ്രഹിക്കുക. ഒരു തവണയെങ്കിലും കാണുക, പിന്നെ കുഴപ്പമില്ല, അവരെന്തോ ശ്രമിച്ചിട്ടുണ്ട്, അതൊന്ന് പരിഗണിച്ച് പ്രോത്സാഹിപ്പിച്ച് വിട്ടേക്കാം, കാര്യമായിട്ട് ഉപദ്രവിക്കേണ്ട. അങ്ങനെ ഒരു ജനറസ് ആയിട്ടെങ്കിലും ആൾക്കാരെ പരിഗണിച്ചാൽ മതി എന്നുള്ളത് മാത്രമായിരുന്നു ആഗ്രഹിച്ചത്. ഇത്രയ്ക്ക് റിസപ്ഷൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊന്നും ചിന്തിക്കാനുള്ള സാവകാശം ഇല്ലായിരുന്നു. അതിനെക്കുറിച്ച് ബോധറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കള്ളാണ്. കാരണം നിങ്ങളൊരു സീൻ എഴുതി കഴിഞ്ഞാൽ അഭിനയിച്ച് നോക്കിയിട്ട് എഴുതും, അതിനുശേഷം ഓരോ തവണയും മാറ്റി എഴുതും, അച്ഛന് വായിക്കാൻ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് എഴുതുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതല്ലേ? അച്ഛന് വായിക്കാൻ കൊടുക്കാറൊക്കെയുണ്ട്. മാറ്റി എഴുതാറില്ല. എഴുതുന്നതിന് മുന്നേ അച്ഛനിപ്പോൾ ഫസ്റ്റ് ഹാഫ് വരെ എഴുതിയിട്ട് അച്ഛന് വായിക്കാൻ കൊടുത്തിട്ട് സെക്കൻഡ് ഹാഫ് എങ്ങനെ പോകുന്നൊക്കെയാണ് തോന്നുന്നത് എന്നുള്ളതൊന്ന് അറിഞ്ഞിട്ട് ആ റൂട്ടിൽ കൂടെ പോകാണ്ടിരിക്കാൻ നോക്കും. അതായത് സ്ക്രിപ്റ്റിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ലെന്നാണ് കേട്ടത്. അത് പക്ക ആയിരിക്കും. അഭിനയിച്ച് നോക്കിയിട്ടൊക്കെയാണ് എഴുതുക. അഭിനയിച്ച് നോക്കുന്നില്ല, അത് അറിയാവുന്ന ആ പണി ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ ചെയ്താലേ അഭിനയിക്കും കൂടിയേ വേണ്ടൂ. അപ്പൊ ഇതുവരെ അങ്ങനെ മാറ്റിയിട്ട് അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല? ചിലപ്പോൾ ചില സമയത്ത് തോന്നൂല എടുത്ത് കഴിയുമ്പോൾ മാറ്റിയാലാന്ന്, അങ്ങനെയൊന്നുമില്ല. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരു മേജർ ചേഞ്ച് എന്നുള്ള രീതിയിലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ട്രിമ്മിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില സീനുകൾ ഒഴിവാക്കിയിട്ടുണ്ടാവാം. ചിലപ്പോൾ 2 സീനുകളിൽ പറയുന്ന കണ്ടന്റ് ഒരുമിച്ച് ചേർത്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള മാറ്റമാണ്. ചിലപ്പോൾ ഈ ഒരു സീൻ ഓർഡർ, ഓക്കെ ഈ സീൻ ഇവിടെ ഉണ്ട്, നമുക്ക് ഈ സീൻ ആദ്യം വരട്ടെ, ഇത് സെക്കൻഡ് വന്നാൽ മതി. അതൊക്കെ ഈ റീഡിങ്ങിൻ്റെ സമയത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു ചെക്കിങ് നടത്തുമല്ലോ, അപ്പോൾ ആ സമയത്ത് അപ്പം തോന്നുന്ന മാറ്റങ്ങൾ അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. നരയുള്ള നരയനെ കണ്ട സിനിമയാണിത്. അതെ, എളുപ്പമായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു അത്. ആദ്യം തന്നെ ഗെറ്റപ്പൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കോസ്റ്റ്യൂമും കണ്ണാടിക്കുണിയും വെച്ചപ്പോൾ ഒരു സെറ്റായി. സ്ക്രിപ്റ്റ് വായിച്ചപ്പം ശരിക്കും എന്ത് തോന്നി? സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായി കാണില്ലായിരിക്കും. അല്ലല്ല, സ്ക്രിപ്റ്റ് വായിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇങ്ങനത്തെ. കാരണം നമുക്ക് എല്ലാവർക്കും ഈ കിഷ്കിൻ്റെ കണ്ടതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇത് പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോൾ
ഇതിന് മുമ്പ് കാണാത്ത കുറേ പ്രിമൈസും ആ ഒരു ടെറൈനൊക്കെ വേറെയാണ്. ഭയങ്കര അൺയൂഷ്വലായിട്ടുള്ളൊരു സാഹചര്യങ്ങളും അങ്ങനത്തെ ക്യാരക്ടേഴ്സും, അതും മലയാളം സിനിമയിൽ ഇങ്ങനെ പറ്റുന്ന നമ്മൾ മലേഷ്യൻ ചാപ്റ്ററിലേക്ക് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് എവിടേക്ക് പോകും, എവിടെ എത്തണു? ഇത് സാധാരണ നമ്മൾ കാണുന്ന ഒരു സിനിമ പോലത്തെ ഒരു സ്ക്രിപ്റ്റ് അല്ല അത്. നമ്മൾ കുറേ സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. പ്രഡിക്റ്റബിലിറ്റിയുടെ കാര്യം മാത്രമല്ല, ഇത് എവിടേക്കാണ് ഈ സിനിമ പോകുന്നത്, എന്താണ് ഈ സിനിമ എന്നുള്ള കാര്യമുണ്ടല്ലോ. ഇത് എന്തിനെ കുറിച്ചിട്ടാണിത്, ഇതാണോ അതാണോ. പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു വാവ് ഫാക്ടർ വരുന്നത് നമുക്ക്. അതുവരെയുള്ള ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട് നമുക്ക് എപ്പോഴും. കാരണം പെട്ടെന്ന് നമ്മൾ ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതങ്ങനെ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ സംഭവം കിട്ടുന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെ എക്സാക്ട്ലി വരും എന്നുള്ളത് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇതെങ്ങനെ ചെയ്യും. ചില സിനിമകളെ കാണുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഡൗട്ട്. പിന്നെ ഇവർ ഓൾറെഡി നേരത്തെ ഒരു പടം ചെയ്തതുകൊണ്ട്, അത് വിജയിച്ചതുകൊണ്ട് നമുക്കറിയാം ഇവർ ചെയ്യും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ. ഒരുപാട്ടേ വായിച്ചുള്ളൂ. എൻ്റെ നേവിക്കാരൻ്റെത് ഞാനിങ്ങനെ നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇയാളിത് പറയണു, ഒരു തവണ സ്ക്രിപ്റ്റ് വായിച്ചുള്ളൂ, പക്ഷേ ഇയാൾ പറയണത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സീനിൽ തിരിച്ചു പോയിട്ടൊന്ന് നോക്കും. ഇതിങ്ങനെ, അവിടെ അങ്ങനെ, അത് ശരി, ഇത് ഇങ്ങനെ, ആ ഒരു സംഭവം ഉണ്ടല്ലോ തിരിച്ച്, അത് നമ്മളൊന്ന് നോക്കും. കാരണം കൺഫ്യൂഷൻ വരും. അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നില്ല ഒറ്റ സിറ്റിങ്ങിൽ പെട്ടെന്ന് വായിച്ചങ്ങ് മനസ്സിലാവുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ സ്ക്രിപ്റ്റ് ഒരിക്കലും. രഞ്ജിത്ത് എത്ര പ്രാവശ്യം വായിച്ചിരുന്നു സ്ക്രിപ്റ്റ്? ഞാനൊരു 8 പ്രാവശ്യം 8 പ്രാവശ്യം വായിച്ചു. 8 പ്രാവശ്യം. അത് ആക്ച്വലി ഞാൻ ഒരു ആക്ടർ എന്നുള്ള ലെവലിനപ്പുറത്തേക്ക് ഒരു സ്പേസ് ബാൽജി തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യം വായിക്കുന്നു, പിന്നെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം തുടങ്ങുന്നതിന് മുന്നേ പിന്നെ ബാൽജി എന്നെ വിളിച്ചോണ്ട് പിന്നെയും അപ്പോൾ ഞാൻ പിന്നെയും വായിക്കുക. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു 4 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട്. തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒറ്റ ചോദ്യം, ഈ 8 തവണ വായിച്ചില്ല, എത്രാമത്തെ തവണ വായിച്ചപ്പോഴാണ് മനസ്സിലായത്? എനിക്ക് ആദ്യത്തെ തവണ മനസ്സിലായി, കാരണം നമ്മളത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ബാബുജിയുടെ രണ്ടാമത്തെ സ്ക്രിപ്റ്റാണ് വായിക്കുന്നത്. KCF ഞാൻ ഇതേപോലെ 8 പ്രാവശ്യം വായിച്ചതാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഈ സ്ക്രിപ്റ്റിലേക്ക് എത്താൻ, അല്ലെങ്കിൽ മനസ്സിലാവാൻ. അത്രേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം. ഇനി ബാബുൽ ചേട്ടൻ പറയും, ഇവരുടെ ഈ ബുദ്ധിമുട്ട് കേട്ടിട്ട് എങ്ങനെ ഇവർ ഈ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടത്താൻ തോന്നി? ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ബാബുലിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. ഒരു സീക്വൻസ് ഉണ്ട്, അത് അവിടെ മാത്രം, അത് വേണോ വേണ്ടേ, അത് ഇല്ലാണ്ട് നമുക്ക് അവിടെ മാത്രമാണ് നമ്മളൊന്ന് വായിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഇത് വേണോ, അല്ലെങ്കിൽ ഇത് ബാക്കിയൊന്നും, പക്ഷെ അത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇനിയും നമ്മൾ പേസിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴാണ് ആ ഒരു പേസ് ഒന്ന് അതില്ലെങ്കിൽ, പക്ഷെ അത് പുള്ളി പിന്നെ എല്ലാം വളരെ സ്വീറ്റായി കേട്ട് ഓക്കെ നമുക്ക് ആ ഒരു ഇതും പിന്നെ എന്നിട്ട് പുള്ളിക്ക് തോന്നിയത് കാര്യം മാത്രം ചെയ്യുന്ന ഒരു അത് കറക്റ്റായിരിക്കും, അല്ല ആ കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പുള്ളിക്ക് അങ്ങനെ ആരെന്ത് ഡൗട്ട് ഇല്ലാലും എല്ലാം ക്ലിയറാണ് പുള്ളി. കൺഫ്യൂഷൻ വരുമ്പോഴാണല്ലോ നമുക്ക് ശരിയാണല്ലോ അതങ്ങനെ, ഇതിപ്പോൾ ആ കൺഫ്യൂഷൻ ഞങ്ങൾക്കുണ്ട്, പുള്ളിക്കില്ല. നല്ല ക്ലാരിറ്റി അല്ല, അത് ഏതൊരു റൈറ്റർക്കും വേണം അല്ലേ അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഇതിങ്ങനെ മാറിക്കൊണ്ട് പല പടത്തിനും വരുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ട് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില മുഹൂർത്തങ്ങളുണ്ടാവും, അതായിരിക്കും ആ പടത്തിൻ്റെ മെയിൻ സാധനം. കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ കാണാം അതൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാവും. കാരണം ഏതെങ്കിലും ഡിസ്കഷനിൽ പോകുമ്പോൾ പറയും അതെന്താ വെച്ചാൽ ലോജിക്കലി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ റീസൺസ് വരും, എന്നിട്ട് മൊത്തം ഫീൽ അങ്ങ് പോവും, ലോജിക്ക് മാത്രമായി പോവും. അങ്ങനെയൊക്കെ പല, അപ്പോൾ അത് ഏറ്റവും ഏതൊരു റൈറ്റർക്കും വേണ്ട ഒരു കാര്യമാണ് ഈ ക്ലാരിറ്റി. ബാഹുലിനോട് ചോദിക്കാം, ഇപ്പോൾ എല്ലാവരും പറഞ്ഞു 8 പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിച്ചു, പല പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിച്ചു. ഡയറക്ടറിന് എത്ര പ്രാവശ്യം വായിച്ചിട്ടാണ് പറഞ്ഞത് ബാഹുലി ഇതൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്? പുള്ളി പെട്ടെന്ന് എത്തി. ഇപ്പോൾ ബാഹുൽ തന്നെ പറയണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, അതായത് സിനിമ കണ്ടതിന് ശേഷം ആൾക്കാരൊന്ന് ചർച്ച ചെയ്യണം, ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. ബാഹുൽ കണ്ടതിൽ വെച്ചിട്ട് ഏത് സിനിമ കണ്ടിട്ടാണ് ബാഹുൽ ചർച്ച ചെയ്തതും അതേപോലെ തന്നെ ബാഹുൽ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു സിനിമാറ്റോഗ്രാഫർ ഏതാണെന്ന് വെച്ചാൽ അത് ആരായിരിക്കും? സിനിമാറ്റോഗ്രാഫി സെൻസിൽ പറയണോ സിനിമയുടെ സെൻസിൽ പറയണോ? എങ്ങനെയുള്ളതും പറയാം, രണ്ട് സെൻസിലും പറയാം. സിനിമയുടെ സെൻസിൽ പ്രസ്റ്റീജ് ഇപ്പോഴും കണ്ടപ്പോൾ 2015 കണ്ടാണ്, ഇപ്പോഴും കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കണ്ടിട്ടില്ലാത്തവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പുഷ് ചെയ്യാറുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫർ വൈസ് റോജർ ഡീക്കിൻസ്. പ്രസ്റ്റീജിലെ പാട്ട് കേട്ടിട്ടാണ് എഴുതാറുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. പ്രസ്റ്റീജിലെ OSTs കേൾക്കാറുണ്ട്. ഇത് എക്കോയിലൊക്കെ ക്ലൈമാക്സ് ഒക്കെ എഴുതുന്ന സമയത്ത് പറയായിരുന്നു ഇൻസെപ്ഷനിലെ 528491 എന്ന് പറഞ്ഞൊരു OST കേട്ടിരുന്നു എന്നുള്ളത്. ഇതങ്ങനെ ത്രൂ ഔട്ട് മ്യൂസിക് അങ്ങനെ കേട്ടോണ്ടിരുന്നിട്ടില്ല ഇതിന് വേണ്ടിയിട്ട്. അതൊന്നുണ്ടായിരുന്നു. പിന്നെ സീസണിലത്തെ BGM
കേട്ടിട്ടുണ്ടായിരുന്നു. എക്കോയില് പക്ഷെ പാട്ടില്ല. ഇല്ല, എക്കോയിലില്ല, കിഷ്കിന്ധയിലും ഇല്ല. കിഷ്കിന്ധയിലുണ്ട്. അല്ല, പടത്തിലായിട്ട് പാട്ടില്ല. ബ്രോ സീസണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പഴയ പത്മരാജൻ ഭരതൻ കാലഘട്ടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി, അങ്ങനെയുള്ള റൈറ്റർ ഡയറക്ടറാണ്. ഇതൊക്കെ കാണുന്നുണ്ടോ? കണ്ടിരുന്നു, പക്ഷെ അതൊക്കെ വലിയ കോംപ്ലിമെൻസ് ആണ്. പക്ഷെ അതൊക്കെ അത് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റില്ല അത്ര. അതുപോലെ കുറേ കമൻസ് പറഞ്ഞ പോലെ വായിച്ചതാണ്, കുറേ കോംബോസ്. ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിലാണെങ്കിൽ വിജയരാഘവൻ ജഗദീഷ് കോംബോ, KCF-ലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ദ്രൻ ചേട്ടൻ ഹാരിസ് അശോകൻ കോംബോ, ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അശോകേട്ടൻ വിനീതേട്ടൻ കോംബോ. ഈ കോംബോ ഇങ്ങനെ ശരിക്കും മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു കോംബോ അടുത്ത പടത്തിൽ വേണമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ശരിക്കും ഇറക്കണേണോ? അല്ലല്ല, അതൊക്കെ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ പ്രൊഡക്ഷൻ ഫേസിലേക്ക് എടുക്കും. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻസ് ഒക്കെ തുടങ്ങുമല്ലോ. അപ്പോഴാണല്ലോ ഇതിനെക്കുറിച്ച് സീരിയസ്ലി ഏതിലേക്കൊക്കെ പോകാം എന്നുള്ള രീതിയിൽ ആലോചിക്കണം. അപ്പോൾ തോന്നുന്ന ചോയ്സുകൾ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഒരു റെഗുലർലി പടത്തിൽ കണ്ടുവരുന്ന ഒരു കോമ്പിനേഷൻസ് റിപ്പീറ്റ് ചെയ്യാണ്ട് അതിനൊരു കളറ് കിട്ടും. ഒരു എന്താണ് പറയുക, ഒരു സിമിലർ സെറ്റ് ഓഫ്, നമുക്കറിയാം എല്ലാത്തിനും ഒരു ഒബ്വിയസ് ചോയ്സുകളുണ്ട്. ഏത് പടത്തിന് പോയി കഴിഞ്ഞാലും ഈ കാസ്റ്റിങ്ങിന് ഈ റോളിന് ഒരു ഒബ്വിയസ് ചോയ്സ് ഉണ്ട്. ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേവിക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കുറേ ഒബ്വിയസ് ചോയ്സുകളുണ്ടാവും. ആ ഒബ്വിയസ് ചോയ്സുകൾ ഒന്നും അതിലേക്കൊന്നും പോകരുത്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ചിലൂടെ ഒരു ഓൾ ടുഗദർ മൊത്തത്തിലൊരു കളർ വരും, ആ കളർ കാസ്റ്റിംഗ് കോമ്പിനേഷൻ എന്നുള്ളത് അതൊന്ന്. പിന്നെ ഡയലോഗുകൾ പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന, ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു മീറ്ററിലുള്ള ഡയലോഗ് പ്രസൻറ്റേഷന് പറ്റുന്ന ആ രീതിയിലായിരിക്കും അത് ഏറ്റവും ബെസ്റ്റ് ആവുക എന്നുള്ള രീതിയിൽ അങ്ങനെ പോയതുണ്ട്. പിന്നെ ചിലർ ഈ രീതിയിലുള്ളൊരു വേഷം ഈ പറയുന്ന ആർട്ടിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ട് കുറച്ച് നാളായാലും അത് കാണാനുള്ളൊരു ആഗ്രഹം എന്നുള്ളത്. ഇപ്പോൾ നരഞ്ജേട്ടൻ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഫോർ ദ പീപ്പിൾ, അച്ഛൻ്റെ അമ്മയും, റോബിൻ ഹുഡിലൊക്കെയുള്ള ക്യാരക്ടേഴ്സിലുള്ള അതിൻ്റെ ക്യാരക്ടേഴ്സും ഇതിലെ ക്യാരക്ടറായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ അതിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഏതൊക്കെയോ ചില ക്വാളിറ്റീസ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില മൊമെൻറ്റുകൾ ഇതിലും ഉണ്ടെന്നൊക്കെ തോന്നി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റേ സന്ദീപിൻ്റെ അടുത്ത് അതെന്താ അത്ര വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ സന്ദീപിൻ്റെ അടുത്ത് മറ്റേ ഇത് പറയണ്ടല്ലോ, പിയൂസ് അതാ വന്നവർ എനിക്ക് കുറച്ചുകൂടെ ഗുണമുള്ള റിസ്ക് ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുന്ന പ്രയോഗം, അതിൻ്റെ ഒരു മാനറസും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തുകൊണ്ടോ റോബിൻഹുഡിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ബട്ട് സംഭവം എന്തോ അങ്ങനത്തെ ഒരു മിലിയുൽ വൈസ് അങ്ങനത്തെയൊക്കെ പരിപാടികൾ രസമുണ്ടെന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞൊരു പുള്ളിക്കൊരു ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പുറത്ത് ചിരിച്ചിട്ട് കാണിച്ചിട്ടുള്ള രീതിയിലുള്ളൊരു ക്യാരക്ടറും കൂടെ ആയിരിക്കണം നേവിക്കാരൻ. അപ്പോൾ അത് ഇയാളെ ഈ കൂട്ടത്തിലെ വെച്ചിട്ട് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് നേവിക്കാരൻ. ബാക്കിയെല്ലാ ക്യാരക്ടേഴ്സ് അവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. മോഹൻ പോത്തനാണെങ്കിൽ തനിക്കോണം എന്താണെന്നുള്ളത് അയാളുടെ വർത്തമാനത്തിലുണ്ട്, അയാളുടെ പ്രകൃതത്തിലുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഉണ്ടത്. നേവിക്കാരനാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് സ്മൂത്തായിട്ട് നിൽക്കുകയും ചെയ്യും. എന്നാൽ കൃത്യമായിട്ടൊരു ബോർഡർ ലൈൻ വരയ്ക്കേണ്ട സ്ഥലത്ത് നീ ആളാരാണെന്ന് അറിഞ്ഞ് കളിച്ചാൽ മതി, എൻ്റെ ചിരിയൊന്നും കണ്ടിട്ട് നീ വിചാരിക്കണ്ട ഞാൻ ആൾ വേറെയാണ് എന്ന് പറഞ്ഞ് ഹിൻഡ് കൊടുക്കുന്ന ആളുമാണ്. എന്നാൽ അതിനൊരു കൗണ്ടർ ഡയലോഗ് സൈർക്കയുടെ പാപ്പച്ചൻ്റെ സൈഡിൽ നിന്നുണ്ടാകുമ്പോൾ നീ അയാൾ നേവിക്കാരനെ ഒഫൻഡ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഞാൻ സാറിൻ്റെ അടിമയൊന്നുമല്ല, എന്നെ കാശ് കൊടുത്ത് വാങ്ങാനൊന്നും പേരിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ഗ്യാപ്പും കൂടെ നോക്കിയാൽ മതി, എൻ്റെ തലയിൽ കയറാൻ നിൽക്കണ്ട എന്നുള്ളതിൽ പാപ്പച്ചൻ മറുപടിയും കൊടുക്കും. അപ്പോൾ അത് കേട്ടിട്ട് നേവിക്കാരൻ ഒഫൻഡഡ് ആവുകയല്ല ചെയ്യുന്നത്, നേവിക്കാരൻ അത് ഇഷ്ടപ്പെട്ടു, നീ കൊള്ളാം, ഞാൻ പറഞ്ഞു കേട്ടിട്ട് നീ സോറി സാർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് ഈ വില തോന്നൂലായിരുന്നു, പക്ഷെ നീ എന്നെ തിരിച്ച് പറഞ്ഞുകൊണ്ട് നീ കൊള്ളാം, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് അഡ്മയർ ചെയ്യാൻ ഉള്ളൊരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഡൈനാമിക്സ് ഉണ്ട് ഈ ക്യാരക്ടറിൻ്റെ. മനസ്സിലായില്ലേ? ഒരു ത്രൂ ഔട്ട് ഒരു സിംഗിൾ ഷെയ്ഡ് സിംഗിൾ ഡൈമെൻഷനിലല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഉടക്കിയിട്ടാണ് ആ സീക്വൻസ് തുടങ്ങുന്നത്. അപ്പോൾ ആ സീക്വൻസിൻ്റെ എൻഡിൽ, ആ കാറിൻ്റെ സീക്വൻസിൻ്റെ വെരി എൻഡിൽ കാറ് കൊണ്ടുപോയി നിർത്തിയതിന് ശേഷം പുള്ളി ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ് ഇവർ. തൊട്ട് സീക്വൻസിൻ്റെ തുടക്കത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയിട്ട് ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ ഒരു ക്രൈസിസ് ഓവർകം ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് MSP ഇതേ പൊട്ടി എന്ന് പറഞ്ഞ സൂപ്പർമാനിൽ സന്തോഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാലേ ചത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി ചിരിക്കുന്നു. അപ്പോൾ പാപ്പച്ചനായാലും ചുമച്ചുകൊണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റും അവർ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഒരു ക്യാമറാതിരി. അപ്പോൾ അത് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, ആ മൊമെൻറ്റിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ കുറേ പേര് തല പുകയ്ക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഡിസ്കഷൻ ഞങ്ങളുടെ ഡിസ്കഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും 3 വട്ടം കണ്ട ജസ്റ്റിനെ പോലും വന്നിട്ട് മനസ്സിലായി. കഴിഞ്ഞ 3 പടത്തിൽ അല്ല, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് സംസാരിച്ച് അവിടെ അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു പോയിന്റ് പറഞ്ഞതാണ്. ഇതിലെന്ന് വെച്ചാൽ ഒന്നും അങ്ങനെ ഓപ്പൺ എൻഡിങ് ആയിട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല, ഒന്നും ഉത്തരം പറയാതെ കൊടുത്തിട്ടില്ല, എല്ലാ ഉത്തരങ്ങളും ഇതിൽ ആൻസറാണ്. ഓൺലി തിങ് ആ ചോദ്യത്തിൻ്റെ എക്സാക്റ്റ് താഴെ ആയിരിക്കില്ല ആൻസർ എന്ന് മാത്രം. ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സിൽ ഒരു ചോദ്യം വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം
തുടക്കം തൊട്ടേ ഉള്ള പല സീനുകളിലായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വിഷ്വലിയും ഡയലോഗ് ത്രൂ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ലിറ്ററലി പറഞ്ഞു പോയിട്ടുണ്ട്, സ്പൂൺ ഫീഡിങ് ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് എവിഡൻലി. പക്ഷെ അത് ഈ ക്വസ്റ്റ്യൻ്റെ നേരെ താഴെ അല്ലാന്ന് മാത്രം. അതിന് ഒരു അനാലജി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങോ അങ്ങനെ എങ്ങാണ്ട് ഒരു ടേബിളിൽ ഒരു ക്വസ്റ്റ്യൻസ് വരല്ലേ, കോളം എൻ കോളം ബി. അപ്പോൾ അതിൽ ഒരു സൈഡിൽ മൊത്തം ആനിമൽസിൻ്റെ പേരായിരിക്കും, കൗ, കാറ്റ്, ടൈഗർ, ഡോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാറ്റിന് നേരെ എഴുതി വെച്ചിരിക്കുന്ന ഗ്രാസ് എന്നായിരിക്കും, തൊട്ട് താഴെയുള്ള കൗവിന് നേരെ എഴുതി വെച്ചിരിക്കുന്നത് മിൽക്ക് എന്നായിരിക്കും, ടൈഗറിൻ്റെ താഴെ ഫ്ലഷ്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് മാച്ച് ചെയ്യുക, വര വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ ഇൻ്റലക്റ്റ് ഉപയോഗിച്ചിട്ട് കാറ്റിന് നേരെ മിൽക്കിലേക്ക് ഒരു വര വരയ്ക്കണം, അല്ലെങ്കിൽ കൗവിൽ നിന്നൊരു വര ഗ്രാസിലേക്ക് വരയ്ക്കണം, ഉത്തരം കിട്ടും. അപ്പോൾ ആ ഒരു അപ്രോച്ച് എന്നുള്ളത് രീതിയിലുള്ളൂ. പിന്നെ ഈ ചില ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റിലൊക്കെ കാണാറില്ലേ, എന്താണ് നമ്മൾ പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, നമ്മൾ 1+1 എഴുതിയാൽ മതി, 1+1 = 2 എന്ന് ആലോചിക്കാൻ എന്തായാലും പ്രേക്ഷകർക്ക് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചു അഡ്മയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിച്ചു കേൾക്കാറില്ലേ, ആ ഒരു അപ്രോച്ച്. ഞങ്ങൾ ആ ചേരുംപടി ചേർത്തുകൊണ്ടിരിക്കുകയാണ് മിൽക്കിലേക്ക്. ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല ഇൻഡസ്ട്രിയിലും സംസാരത്തിൽ വരുന്നതാണ്. എന്ന് വെച്ചാൽ തമിഴിലൊക്കെ വരുമ്പോൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ ഇല്ല അങ്ങനത്തെ പടങ്ങൾ ഇവർക്ക് ഓഡിയൻസിന് ഇഷ്ടാവില്ല, നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ എപ്പോഴും പല ഇൻഡസ്ട്രിയും, തമിഴ് മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിലും അങ്ങനത്തെ ടോക്സ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രേക്ഷകർക്ക് ആക്ച്വലി പീപ്പിൾ ആർ വെരി ഇൻ്റലിജൻറ്റ് ആക്ച്വലി, പക്ഷേ അവർക്കിതാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ റൈറ്റേഴ്സ് തന്നെ ദേ പുട്ട് എ ലിമിറ്റ്. ഇതിങ്ങനെ പ്രഷറൈസ്ഡ് ആയിട്ടെല്ലാം കേൾക്കുമ്പോൾ എക്സാമ്പിൾസ് വരുമ്പോൾ നോക്കുമ്പോൾ അതുപോലത്തെ പല പടങ്ങളായിരിക്കും ഹിറ്റായിട്ടുണ്ടാവുക സമീപകാലത്ത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പോൾ ഇവർ എഴുത്ത് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക്, പിന്നെ ഓഡിയൻസിന് എങ്ങനെ പുതുതായി ഒരു സാധനം എങ്ങനെ കാണും, ഇതൊന്ന് വരുമ്പോഴല്ലേ അത് കാണുക. അപ്പോൾ അങ്ങനെ ഒരു സാധനം ബ്രേക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, ദിസ് ഇസ് എൻ ബിഗ് എക്സാമ്പിൾ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു എക്സാമ്പിളായി, ലൈക്ക് യുനോ ഒരു അൺകൺവെൻഷണൽ റൈറ്റിംഗ് ഇസ്, സോ പീപ്പിൾ വിൽ ആക്സെപ്റ്റ് എന്നുള്ള സാധനം. ഇനിയിപ്പോൾ അതുപോലത്തെ സാധനം ചിലപ്പോൾ ഇതിനൊരു പ്രചോദനമാവാം. അത് ആക്ച്വലി ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് റൈറ്റിംഗ്. സന്ദീപിനെ പടത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മൾ കേട്ട് ആദ്യമേ കൊണ്ടുവന്നതാണ്, അന്താക്ഷരി കഴിഞ്ഞപ്പോഴേ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ആസ് എ ഈ പറഞ്ഞ ഓഡിയൻസ് ആയിട്ട് കാണുമ്പം സന്ദീപിൻ്റെയൊക്കെ ഒരു ടാലൻറ്റ് പടക്കളത്തിൽ കാണുന്നു, ഫാലിമിയിൽ കാണുന്നു, അങ്ങനെയൊക്കെ നമുക്കത് കിട്ടുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നേരത്തെ ആ ഒരു കഴിവൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക ചെയ്യണേ. അതെങ്ങനെയുണ്ടായിരുന്നു എന്നിട്ട് സന്ദീപിനെ കൊണ്ടുവന്നതിന്? അതിന് ശരിക്കും ക്രെഡിറ്റ് കൊടുക്കേണ്ട, അതിനേക്കാൾ അഡ്മയർ ചെയ്യേണ്ടത് ശരിക്കും ഡയറക്ടർ വിപിൻ ദാസിനെയാണെന്ന് ഞാൻ പറയുള്ളൂ. പുള്ളിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആ ചോയ്സ് എടുത്തത് അന്താക്ഷരിയിൽ. നമുക്ക് മാതൃകയാക്കാൻ അന്താക്ഷരിയിൽ സന്ദീപ് ചെയ്തു എന്ന് പറയുന്ന റെഫറൻസ് ഉണ്ട്, അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. അന്താക്ഷരിയിൽ വിപിൻ ദാസിന് കാസ്റ്റ് ചെയ്യാൻ തോന്നിയില്ലേ, അപ്പോൾ ആ ഒറിജിനൽ ചോയ്സാണ് ശരിക്കും റെസ്പെക്ട് ചെയ്യേണ്ടത്, പുള്ളിക്കാണ്. താങ്ക് യു. സന്ദീപിൻ്റെ ക്ലൈമാക്സിൽ 2-3 സീനുണ്ട്, അത് ഹെവിയാണ്. അത് നിങ്ങൾ അത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള സംഭവം എങ്ങനെയായിരുന്നു? ആ ടേക്ക് അവൻ്റെ സിംഗിൾ ടേക്ക്, അത് ഫസ്റ്റ് ടേക്ക് തന്നെയാണ് നമ്മൾ ലോക്കേ ടേക്ക് വെച്ചേക്കുന്നത്. അത് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ലോങ് ഡയലോഗ് പറയുന്നുണ്ടല്ലോ സന്ദീപിൻ്റെ, ഒരു ചൈൽഡ്ഹുഡ് ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് ഫൈറ്റ് കഴിഞ്ഞിട്ട്, അത് അവൻ്റെ ഫസ്റ്റ് ടേക്ക് തന്നെയായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി അന്നത്തെ സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡു ഓർ ഡൈ സിറ്റുവേഷൻ നിൽക്കായിരുന്നു. ആ ഷെഡ്യൂളിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു, ഹെവി മഴയുണ്ട്, കാടിൻ്റെ അകത്താണ്, ഒരുപാട് ഫൈറ്റ് സീക്വൻസ് എടുത്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ തന്നെയാണ് ഈ സീനും ചെയ്യാനുള്ളത്. അപ്പോൾ അത് അവൻ ഒട്ടും പ്രിപ്പറേഷനൊന്നും വേണ്ടി വന്നില്ല. ഈ ഫൈറ്റിൻ്റെ ഇടയിലൊക്കെ തന്നെ ഒരു 4 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ ലൈറ്റും പോകും, പരമാവധി 5 മിനിറ്റ്, ഉൾക്കാട്ടിൻ്റെ അകത്താണല്ലോ. അപ്പോൾ നമുക്കൊരു 2 മണി ആയപ്പോൾ തന്നെ നമുക്കിത് സീനിലേക്ക് കയറിയിട്ടില്ല, ഫൈറ്റ് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം, ഈ സീൻ ആദ്യം തീർക്കാം, ആ സീൻ തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈറ്റിൻ്റെ ബാലൻസ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് RSന് പരിക്ക് പറ്റുന്നതും, അതിനിടയിൽ അവരുടെ ഇൻട്രാക്ഷനും അതിനൊക്കെ ചേർന്ന ശേഷം സന്ദീപിൻ്റെ ആ ഡയലോഗും എടുക്കുന്നത്. അപ്പോൾ അത് അവനവൻ്റെ ഫസ്റ്റ് ടേക്കിൽ തന്നെയാണ് നോക്കി. അതിനായിട്ട് അവൻ പ്രത്യേകിച്ച് ആ സീനിന് മുന്നേ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പോലും ഇല്ല എന്നാണ് തോന്നുന്നത്. അവൻ തലേദിവസം തന്നെ പഠിച്ചിട്ടൊക്കെ വന്നിട്ടാണ് പറഞ്ഞത് തോന്നുന്നു, ഫസ്റ്റ് ബോൾ 6. ഈ ഫൈറ്റ് സീൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കണ്ടത് ഭയങ്കര നാച്ചുറൽ ആയിട്ടൊരു ഫൈറ്റ്, അതായത് ഓവർ ഡ്രമാറ്റിക് ഒന്നുമില്ല. എങ്ങനെയാണോ രക്ഷപ്പെടേണ്ട ആ സാധനമാണ് നമുക്ക് അവിടെ കണ്ടത്. അത് എങ്ങനെയുണ്ടെന്ന് ആ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു ബാൽജി. ഇത് ഈ ആക്ഷൻ ഫുള്ള് ഓൾറെഡി പേപ്പറിലുണ്ട്. ഇങ്ങനെയാണ്, ഇങ്ങനെ വീഴുന്നുണ്ട്, ഇങ്ങനെ വലിക്കുന്നുണ്ട്, ഈ മുള, അതെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ല, ഇത് എന്നോട് നമ്മൾ പറയുന്ന സമയത്ത് സ്റ്റാർട്ടിങ് മുതലുള്ള സീക്വൻസുകളാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ ഡയറക്ടറും ഉണ്ടായിരുന്നു ശരിക്കും. ഇത് അതായത് ആ ഫൈറ്റ്, ഈ മേജർ ഡയലോഗ്, എൻ്റെ ആ സീക്വൻസ്, എൻ്റെ പരിപാടി എല്ലാം ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത്, ഒറ്റ ദിവസം. രാവിലെ തൊട്ട് ഈ 4 മണി 5 മണിക്കുള്ളിൽ കംപ്ലീറ്റ്ലി തീർന്നു. അതിൽ സന്ദീപ് ആ ഡയലോഗും പറഞ്ഞു കഴിഞ്ഞു, ഒരു ദിവസമേ ഉള്ളൂ, ഒറ്റ ദിവസം.
ആ ഇടി ഒന്നും കണ്ട അങ്ങനെ തോന്നൂല കേട്ടോ. അല്ല അത് നമുക്ക് തന്നെ ഓർക്കുന്നത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഓക്കെ ഇത് കഴിഞ്ഞു ഇനി അടുത്ത കമോൺ ഇത് ചെയ്യുന്നു, ഇവിടുന്ന് പോകും, ഇവിടുന്ന് കുറേ പേര് അങ്ങോട്ട് പോകും. വളരെ നാച്ചുറൽ ആയിട്ടൊരു സംഭവമായിട്ട്. അതിൽ മരം കയറുന്ന സീനൊക്കെ ഉണ്ട് സന്ദീപ്, അതൊക്കെ പഠിപ്പിച്ചു കൊടുത്താണ് അല്ലെങ്കിൽ ഡയറക്റ്റിങ്ങിന് കയറുക? അല്ല, അത് ഡിസൈനിലുള്ളതാണ്, അങ്ങനെ വേണം എന്നുള്ളത് എഴുത്തിലുള്ളതായിരുന്നു. അത് പിന്നെ നമ്മൾ ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് റോപ്പൊക്കെ വെച്ച് സേഫ്റ്റി മെഷേഴ്സ് അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ അത് അത്രയും ഇമ്പ്രസീവായിട്ട് വന്നത് അവൻ്റെ ബോഡി ലാംഗ്വേജ്, സന്ദീപിൻ്റെ അതാണ് പെർഫോമൻസിലുള്ള കൺവിക്ഷനാണത്. അതൊരു സീനില് ഇപ്പൊ നമ്മുടെ വിനീതന്റെ ക്യാരക്ടറിനെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുക, അപ്പൊ കറക്റ്റ് ഒരു പട്ടി ഇങ്ങനെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അല്ല അതായത് പുള്ളിയുടെ മാനേഴ്സ് ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാലേ ആ ട്രെയിലറിൽ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഒരു പടത്തില് ഇപ്പൊ ആ പടത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് സന്ദീപിന്റെ ഇങ്ങനെ ബ്രൗൺ കളർ ഷർട്ട്സ് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫൈറ്റ് സീനിലാണെങ്കിൽ ഈ പറഞ്ഞ ഡോഗിനെ പോലെ തന്നെ കാണിക്കാൻ നോക്കുന്നു, അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതാ ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. ഫൈറ്റിൽ അങ്ങനെ അത് ബോധപൂർവം അങ്ങനെ വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അക്രോബാറ്റിക്സും കൂടെ ഉപയോഗിക്കുക, അങ്ങനെയുള്ള ആക്രമണ രീതികൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂംസിൻ്റെ കാര്യമൊക്കെ ആക്സിഡൻ്റലി സംഭവിച്ചത്, ഒന്നും കോൺഷ്യസ് ആലോചിച്ചില്ല. എനിക്ക് ചോദിക്കാണ്ടായത്, എനിക്ക് ഈ പടത്തിൽ ആദ്യം തന്നെ വൗ ഫാക്ടർ എന്നത് നമ്മുടെ കുര്യച്ചൻ്റെ ക്യാരക്ടർ, ബോളിവുഡിലെ ആക്ടറും ആക്ടിംഗ് കോച്ചായ സൗരഭ് സച്ദേവ, അദ്ദേഹത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്ത് കുര്യച്ചൻ്റെ റോളിൽ? അത് ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ച് വന്നുള്ളൂ. അത് നമുക്ക് കാസ്റ്റിംഗ് വൈസ് അതൊരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ വേണ്ട എന്നുള്ളത് ഉണ്ടായിരുന്നു. കുറച്ചൊരു ഏലിയനേഷൻ വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാളെക്കുറിച്ച് പലരും പലതരം അനുഭവങ്ങളും ഓർമ്മകളും പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്താണെങ്കിൽ അയാളുടെ വൾണറബിൾ സൈഡാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. സോ അങ്ങനെ ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സിൻ്റെ ഒരു കൾമിനേഷനാണ് കുര്യച്ചൻ. ഇതിൽ ഏതാണ് ഈ ആക്ച്വൽ കുര്യച്ചൻ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു ബ്രോഡർ സ്പെക്ട്രത്തിലാണ് ഈ ക്യാരക്ടർ കിടക്കുന്നത്, അയാളുടെ ഒരു പേഴ്സണാലിറ്റി എന്നുള്ളത്. അപ്പോൾ അത് അതുപോലെ തന്നെ ആയിരിക്കണം ആൾക്കാർക്കും ഫീൽ ചെയ്യേണ്ടത്. ഇയാളുടെ ഒരു അയാളുടെ പ്രീവിയസ് ബോഡി ഓഫ് വർക്ക് നന്നായിട്ട് ഇപ്പോൾ മലയാളത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഈ രീതിയിലൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പ്രീവിയസ് ബോഡി ഓഫ് വർക്ക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു പ്രീ ജഡ്ജ്മെൻറ്റ്, ഒരു മുൻവിധി നമ്മുടെ മനസ്സിൽ ഫോം ആവുള്ളൂ. അതില്ലാണ്ടിരിക്കണം എന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് പ്രയോറിറ്റി ഈ പറഞ്ഞ ടു മച്ച് ഫെമിലിയർ അല്ലാത്തൊരു ഫേസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു എനിഗ്മ, അത് സെക്കൻഡ് പ്രയോറിറ്റി. തേർഡ് പറയാൻ പറ്റുന്നത് ഇപ്പോൾ കൗരവറിൽ വിഷ്ണുവർദ്ധൻ സാറിനെ കാസ്റ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ താഴ്വാരത്തിൽ സലീം ഘോഷിനെ കാസ്റ്റ് ചെയ്ത പോലെ, വേറെ ഏതുമായിരുന്നു ഇപ്പോൾ രഘുവരൻ സാറിനൊക്കെ പണ്ട് ചില പടങ്ങളിലൊക്കെ കാസ്റ്റ് ചെയ്യാനുള്ളത് ഒരു അൺയൂഷ്വൽ ചോയ്സ് ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ആ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ സൊഫിസ്റ്റിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിൻ്റെ ഒരു 3 ഡയമെൻഷണൽ നേച്ചറിന് ആപ്റ്റാണ്. കാരണം അയാൾ വെറുതെ നമ്മൾ സ്ഥിരം നാട്ടിൽ വില്ലത്തരം കാണിച്ച് നടക്കുന്ന ഒരു അച്ചായൻ സ്റ്റീരിയോ ടൈപ്പിലല്ല കുര്യച്ചനെ നിർത്തേണ്ടിയിരിക്കുന്നത്. അയാളുടെ പ്രൊഫഷൻ ഡോഗ് ബ്രീഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് അന്തകാലം തൊട്ടേ മിലിറ്ററി ആയിട്ടും ഡോഗുമായിട്ടും ഹൈ ലെവൽ ബ്യൂറോക്രാറ്റ്സായിട്ടൊക്കെ കണക്ഷനുള്ള ആൾ, വിദേശത്തും പല നാടുകളിൽ കടങ്ങി നടക്കുന്ന ആൾ എന്നുള്ള രീതിയിലൊക്കെയാണ് അയാളുടെ ക്യാരക്ടറിനെ കുറിച്ച് തള്ളി വെക്കുന്നത്. അപ്പോൾ നാച്ചുറലി അവർക്ക് അത്തരം ആൾക്കാരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഇൻട്രാക്ഷനൊക്കെ 10 കാലങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും. സോ അയാളുടെ ലൈഫ് സ്റ്റൈലിലും അയാളുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ആ ഒരു എല്ലാ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് അയാളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കൺവിക്ഷൻ ആ ക്യാരക്ടറിൻ്റെ പോർട്രയലിൽ ഉണ്ടാവണം. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ അതിന് പറ്റിയൊരാൾ എന്നുള്ളത് നോക്കിയപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആനിമൽ എന്ന് പറഞ്ഞ പടം ആ സമയത്ത് എപ്പോഴുമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ഇയാൾ ഇത്രയും വലിയ ആളാണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ആളിതാണ്. പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത്രയും ആക്ടിങ് കോച്ചാണ്, വേറെ ഒരുപാട് പടങ്ങളുണ്ട്, 1-2 പടം എപ്പോഴും ഏതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് പേര് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ പിന്നെ പേടി ഇയാളെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ, അയാൾ ரொம்ப ദൂരം ഹൈറ്റിലാണല്ലോ എന്നുള്ളതിനെ കുറിച്ചൊരു ടെൻഷൻ തോന്നി. അപ്രോച്ച് ചെയ്ത് നോക്കി, വാസ് കൈൻഡ് ഇനഫ്. പുള്ളി മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ അത് ആദ്യമായിട്ട് അത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പുള്ളി കാണിച്ചു. അപ്പം എനിക്കിതിൽ തോന്നിയത് പുള്ളിയുടെ ഇംഗ്ലീഷ് പറയുന്ന പോർഷൻസ് അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തെന്നും അല്ലാത്തത് മലയാളത്തിലൊരു ഡബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ടാണ് ചെയ്യിച്ചേക്കണെന്ന്. ശരിക്കും അങ്ങനെ ആയിരുന്നോ? അല്ല, എല്ലാം ഒറ്റൊരാളെന്നില്ലേ? അതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. അല്ല, ഞാൻ പുള്ളിയുടെ പടങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആനിമൽ ട്രിലോജിയിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിൽക്കണം, എനിക്ക് കണ്ടപ്പോൾ തന്നെ അങ്ങനെ തോന്നി ആ സാധനം. അപ്പൊ പുള്ളിയുടെ സൗണ്ട് ഭയങ്കര സിമിലർ ആണ്, അത് കണ്ടവർക്കും കേട്ടവർക്കും മനസ്സിലാവും. അത് വെച്ചാൽ ആരെ കൊണ്ടാണ് ചെയ്യിച്ചത് പുള്ളിയുടെ വോയിസ്, കുര്യച്ചന്റെ വോയിസ്? അല്ല, ബിലാസ് ഏട്ടൻ, ആർട്ടിസ്റ്റ് ആക്ടർ ബിലാസ് ചന്ദ്രഹാസൻ, പുള്ളിയാണ് ഡബ് ചെയ്തത്. അതുപോലെ പടത്തിൽ ഈ പറഞ്ഞ പോലെ മലയാളി അല്ലാത്ത അഭിനയിക്കണയാണ് നമ്മുടെ 2 മലേഷ്യക്കാരല്ല സിനിമയിൽ ഇവരിങ്ങനെ. സോ അവരെ കൊണ്ടുവന്നത് ആ ഒരു ജേണിയൊക്കെ ഒന്നും പറഞ്ഞാലോ? മലേഷ്യൻ ആർട്ടിസ്റ്റ്, അതായത് ഫ്ലാഷ് ബാക്ക് പോർഷൻസിലുള്ള പെൺകുട്ടിയും പുള്ളിക്കാരിയുടെ ഭർത്താവായിട്ട് അഭിനയിച്ച ആൾക്കാർ ഒറിജിനൽ മലേഷ്യൻസ് തന്നെയാണ്. അത് നമ്മുടെ പ്രൊഡ്യൂസർ ജയറാം ഭായിയുടെ
ഒരു അറേഞ്ച്മെൻറ്റിലാണ് അത് സാധ്യമായത്. പുള്ളിക്ക് മലേഷ്യയിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ടൊക്കെ അവിടെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി മെനക്കെട്ടിട്ട് അവിടെ ചെന്നിട്ട് അവിടെയുള്ള കോൺടാക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെയുള്ള അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെയും മോഡൽസും, അവിടെ ഈ ഫിലിം ഇൻഡസ്ട്രി ഒന്നും ഇത്ര ആക്റ്റീവ് ഒന്നുമല്ല. സോ അങ്ങനെ റെഡിമെയ്ഡായിട്ട് ആർട്ടിസ്റ്റുകളെ കിട്ടാനൊന്നുമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് പുള്ളിയായിരുന്നു അതിൻ്റെ ഓവറോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഇഷ്ടംപോലെ ഓപ്ഷൻസ് എടുത്ത് അയക്കുക. പെൺകുട്ടി ആദ്യമായിട്ട് അഭിനയിക്കില്ല. ആദ്യമായിട്ട് അവന് ആ പുള്ളിക്കാരി ഒരു മോഡൽ മാത്രമാണ്. പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്റർ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ മ്ലാത്തി ചേട്ടത്തി മേഘാലയയിൽ നിന്ന് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. ആദ്യമായിട്ടാണ്. ഒരു ആക്ടിങ് പ്രൊഫഷനിലുള്ള ആളുമല്ല, ഒരു 10-70 ഒരു ടീച്ചിങ് പ്രൊഫഷനിലുള്ളതാണ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു, പിന്നീട് ടീച്ചറാണ്, സ്വന്തമായിട്ട് 2 സ്കൂളുണ്ട്, 10-70 വയസ്സായി. ഇപ്പോൾ പുള്ളിക്കാരി ഡെയറിംഗ് ആയിട്ട് പറയുന്നത് എനിക്ക് അഭിനയിക്കാൻ എന്ന് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ വരാം, കാരണം എനിക്ക് 70 വയസ്സായി, ലൈഫിൽ കുറേ കാര്യങ്ങൾ കണ്ടു, ഇനി ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും അഡ്വഞ്ചർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ലിറ്ററലി ഇത് തന്നെയായിരുന്നു പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ്. ഞാനോർത്ത് ഒരുപാട് വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ലൈഫ് എക്സ്പീരിയൻസ് പുള്ളിക്കാരി പർട്ടിക്കുലർലി നമുക്ക് ക്രിസ്റ്റോട്ടോമി ഇല്ല ഡയറക്ടർ, ക്രിസ്റ്റോയുടെ അടുത്ത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി തിരയുകയാണ്. പുള്ളി കൊൽക്കത്തയിൽ പഠിച്ചതാണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പിന്നെ ഓൾറെഡി പുള്ളിക്ക് കുറച്ചും കൂടെ നോർത്തിലുള്ള ഫിലിം മേക്കേഴ്സായിട്ടൊക്കെ കുറച്ചുകൂടെ കോൺടാക്റ്റ് ഉണ്ട് എന്നുള്ളതും നമുക്ക് അറിയാറുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നമ്മളിങ്ങനെ ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ ബാച്ച്മേറ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കക്ഷിയുടെ ഡിപ്ലോമ ഫിലിമിൽ ഈ ചേട്ടത്തി അഭിനയിച്ചിട്ടുണ്ട്. ആ ഡിപ്ലോമ ഫിലിമിൻ്റെ ഡയറക്ടർ ഈ ചേട്ടത്തിയുടെ എന്തോ ഫാമിലി ഫ്രണ്ടോ മേഘാലയക്കാരൻ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റില്ല് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു ഷോർട്ട് ലിസ്റ്റഡ് ഓപ്ഷനായിട്ട് തോന്നി. പിന്നെ അതല്ലാതെ അതിന് പുറമേയായിട്ട് 10-30 ഓപ്ഷൻസും കൂടെ നമുക്ക് നോർത്ത് ഈസ്റ്റ് പല സ്റ്റേറ്റുകളായിട്ട്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, ഗുവാഹത്തി, ആസാം എല്ലാമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പോക്ക് പോയി, ഞാനും നിഞ്ഞിത്തേട്ടനും പ്രൊഡ്യൂസർ ജെറമായും കൂടെ ഒരു 7 ദിവസം അവിടത്തോളം എല്ലാം ഓഡീഷനും നടത്തി. ഏറ്റവും ഫൈനലിലായിരുന്നു ഈ ചേട്ടത്തിയെ നമ്മൾ കണ്ടത്. റിയലായിട്ട് ബ്രേക്ക് ഇല്ലാത്ത കാർ എത്ര സമയം ഓടിച്ചായിരുന്നു പടത്തിന് വേണ്ടിയിട്ട്? കുറച്ച് സമയം ഉണ്ടായിരുന്നു. അത് പടത്തിൽ കുറച്ചേ ഉള്ളെങ്കിലും അത് ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ സമയം ഷൂട്ട് ചെയ്യണം. ശരിക്കും അതിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല? ബ്രേക്ക് ഉണ്ടായിരുന്നു. ബ്രേക്ക് ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ലല്ലോ. ബ്രേക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ, പക്ഷേ ശരിക്കുള്ള ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടുന്ന് ചവിട്ടിയാൽ നിൽക്കോ ഇല്ലേ, എവിടെ നിൽക്കും എന്നറിയില്ല. സ്ട്രെയിറ്റ് റോഡിൽ കുഴപ്പമില്ല, പക്ഷേ അല്ലാതെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര ഒരു റിസ്കി സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ സഹീർക്കയുടെ അടുത്ത് പറയുമായിരുന്നു, കൂടെ ഉള്ള ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്, കാരണം ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് പോകും, എത്രത്തോളം പോകാൻ പറ്റും നമ്മൾ നോക്കും. ചില സമയത്ത് അത് ഹെയർ പിൻ ബെൻഡിലേക്ക് പോകും, പിന്നെ ഒരു കയറ്റത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഞാൻ ചവിട്ടുന്നുണ്ട്, പിന്നെ നമുക്കറിയാമല്ലോ ഇത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും, പക്ഷേ ഒരു ചില സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഒരു സമയം വരുമ്പോൾ ഞാൻ പറയും ചേട്ടാ ചാടിക്കോ എന്ന് പറയും. കാരണം വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് അങ്ങനെ വരില്ല, പക്ഷെ എന്നാലും. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു സീൻ ഞാൻ ഇപ്പോഴാണ് അറിയണത്, ഇങ്ങനെ ഉണ്ടായിരുന്നു കാറിൻ്റെ ഉള്ളിൽ. നമ്മളിങ്ങനെ കാർ ഇങ്ങനെ മുകളിലേക്ക് പോകാൻ നേരത്ത് ഇടയ്ക്ക് ഈ പഴയ വണ്ടിയാണ് ഇത്, ഇത്രയും ആ 60-70s വണ്ടിയാണ്, അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ കയറിൽ നിൽക്കും, പിന്നെ ഒരൊറ്റ പോക്കാ പിന്നിലേക്ക്. ഇത് പിന്നിലേക്ക് പോയി പിന്നിൽ നമ്മുടെ കൂടെയുള്ള ക്രൂ വന്നിട്ട് സഹീർക്കേട് പറഞ്ഞത് എൻ്റെ അടുത്ത് പറയായിരുന്നു. അതല്ല മറ്റേത് നമുക്കറിയാൻ പോയി, ഇത് ഇങ്ങനെ വരുന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ആ സമയത്ത് സത്യമായിട്ട് ഇത് സംഭവം എന്താ വെച്ചാൽ ഡയലോഗുള്ള പോർഷനാണ്. പുള്ളി ഈ ഡയലോഗുള്ള പോർഷനിൽ പുള്ളി പിന്നിലിരിക്കുന്നുണ്ട്, സീറ്റിൻ്റെ പിന്നിൽ. ഇപ്പോഴാണ് അറിയണത് അത് പിന്നിൽ വന്നു. നമ്മളിത് ഒന്ന് റെയർ വ്യൂ മിററില്ല തിരിഞ്ഞു നോക്കാൻ, ഇത് തിരിഞ്ഞു നോക്കാനും പറ്റില്ല, കാരണം ഇതൊക്കെ മറ്റേ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ എവിടേക്കാണ് വീഴാൻ പോകുന്നു. പിന്നിൽ ഇവർ വന്ന് വേറെ പ്രൊഡക്ഷനിൽ അസോസിയേറ്റ് ക്യാമറമാൻ വന്നിട്ട് വലിയ കല്ലെടുത്തിട്ട് കാറ് നിർത്തിയത്. എന്നിട്ടാണ് ആൾക്കാരൊക്കെ വന്ന് ഓക്കെ. അപ്പോൾ നോക്കുമ്പോൾ ആശാൻ പിന്നിലിരിക്കുകയാണ്, ഒളിഞ്ഞിരിക്കില്ല, ഡയലോഗ് കേൾക്കുകയാണ്, തെറ്റിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാനേ. അപ്പോൾ പുള്ളി ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല, കാരണം കണ്ടിട്ടില്ലല്ലോ അത്. എന്തുകൊണ്ട് കാറ് പിന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പറയാം എന്തുകൊണ്ട് പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഇതൊന്നും മനസ്സിലില്ലല്ലോ. ഈ ഷോട്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനിമ, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത ആ ഒരു വർക്ക് ഫ്ലോയിലാണ് ഇപ്പോഴും സിനിമ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇൻഡസ്ട്രി പരിചയങ്ങളൊക്കെ എൻ്റെതായ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ അറിവുകൾ മാത്രമേ എനിക്ക് സിനിമയെക്കുറിച്ചുള്ളൂ. അപ്പോൾ ഈ പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ എൻ്റെ തലയിൽ ഓടുന്നത് ഇതിനൊരു 19 ലക്ഷം രൂപ വില വരും. ഇത് പിടിച്ച് ലോസ് ആയി കഴിഞ്ഞാൽ ഈ നഷ്ടപരിഹാരം ഞാൻ കൊടുക്കണോ അതോ പ്രൊഡ്യൂസർ കൊടുക്കണോ? ഇനി ഞാൻ കൊടുക്കേണ്ടതാണെങ്കിൽ ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും? അതുപോലെ ചെറിയ സീനുള്ളെങ്കിലും രഞ്ജിത്ത് ഭയങ്കര അടിപൊളിയായിരുന്നു ആ ഒരു സിനിമയിൽ. രഞ്ജിത്തിന്റെ ഒരു എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നിയിട്ടോ ലാസ്റ്റിൽ. അതെന്നെ പാവുണ്ട്. പലതവണ നമ്മൾ ഈ തിയേറ്ററിൽ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് പോയിരുന്നു. അപ്പോൾ ലാസ്റ്റ്
ചിലപ്പോൾ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ നമ്മളിരുന്ന് കാണും ലാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സീക്വൻസുകൾ കണ്ട് അതുപോലെ റിവീൽ ചെയ്യാൻ പറ്റില്ല, അല്ല ഞാൻ പറയാ അതെ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പട്ടി കടിക്കാത്ത ജീവനോടെ ബാക്കിയുള്ള ഏകാണ് നിങ്ങൾ മാത്രമാണ്. ഈ പടത്തിൽ തിയേറ്ററിൽ തന്നെ ഞെട്ടിച്ച കുറേ സീനുകളുണ്ട്. അതിലൊന്നാണ് നായയുടെ വായൊക്കെ കാണിക്കുന്നത്. എങ്ങനെ അതെടുത്തു? എങ്ങനെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ തൊട്ടടുത്തുണ്ടായിരുന്നു. അത് അത്ര എഫക്റ്റീവായിട്ട് വന്നത് അതിന് കൃത്യമായിട്ട് അതിന് ക്യൂ കൊടുത്തിട്ട് ആ പെർഫോമൻസ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തത് നമ്മുടെ ഡോക്ടർ ട്രെയിനറാണ്. അപ്പോൾ നായയെ അഗ്രസീവ്നെസ് തോന്നിപ്പിക്കാൻ പാകത്തുള്ള പുള്ളിയുടെ ചില ക്യൂകളുണ്ട്. പുള്ളി ഒരു മാസ്ക് ധരിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിനെ ട്രിഗർ ചെയ്യുമ്പോഴാണ് അതിന് ഈ കലിപ്പ് വരുന്നത്. അപ്പോൾ ആ കലിപ്പാണത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് അതിനെ വലിച്ചു പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആ കലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലിപ്പിൽ അത് വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കടി കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് പിടിക്കുന്നത് ആൾ പിടിക്കാൻ പാടില്ല, ആ കയറ് വിളിച്ച് കെട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ പിടിക്കണവനിട്ട് കിട്ടും. അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ അത് ഇത്ര എഫക്റ്റീവായിട്ട് തോന്നിയെന്നത് വിഷ്ണു ഗോവിന്ദ് അതിന് കൊടുത്തേക്കുന്ന ഒരു അഡീഷണൽ സപ്പോർട്ടുണ്ട് സൗണ്ട് വൈസ്. അതിലാണ് ആ ഭീകരത ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ വന്നിട്ടുണ്ടാവാനൊക്കെ ഹെൽപ്ഫുൾ ആയത് അതാണ്. പിന്നെ ഈ ട്രിവിയ പോലെ ആഡ് ചെയ്യാൻ പറ്റും. ജനറിക് മറുപടികൾ മാത്രം ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ ട്രെയിനേഴ്സിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്. ഡോഗ് അഗ്രസീവ്നെസ് കാണിക്കുമല്ലോ, അപ്പോൾ കടിക്കാൻ വേണ്ടി ഓർഡർ എന്നാണ് ഡോഗ് പച്ച മലയാളത്തിൽ പറയണത്. അതിന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർഡർ എന്നുള്ള രീതിയിലാണ് പറയണത്. പിന്നെ എൻ്റെ മുന്നിൽ കിട്ടി ഞാൻ കൊല്ലുന്നുള്ള രീതിയിലാണ് നിൽക്കണേ. അപ്പോൾ എന്ത് ചെയ്യും, അതിനൊന്ന് ഇടയ്ക്കൊന്ന് ഹാപ്പി ആക്കി കൊടുക്കണം. അത് ഇത് കുരച്ച് പേടിപ്പിച്ചാൽ ഞാൻ ഓടും എന്നുള്ള രീതിയിൽ ഈ ട്രെയിനർ പെട്ടെന്ന് നിലവിളിച്ചിട്ട് കുറേ നേരം ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഡോഗ് ദേഷ്യം കാണിക്കും, അയ്യോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടും. അപ്പോൾ വെച്ചാൽ ഡോഗിനൊരു വാലിഡേഷൻ കിട്ടി, ഞാൻ അവർ ഓടിച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ട്രെയിനർ പോയിട്ട് തിരിച്ചും വന്നിട്ട് വീണ്ടും വരും. അപ്പോൾ ഡോഗ് പിന്നെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. അപ്പോൾ ഇത് എത്ര ദേഷ്യം കാണിച്ചിട്ട് ഇയാൾ ഓടുന്നില്ല എന്നുള്ള രീതിയിലാണ് അതിന് തോന്നുന്നെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, ഇവനെ ഓടൂല എന്ന് പറഞ്ഞാൽ ഡോഗ് ചിലപ്പോൾ ആ പരിപാടി മതിയാക്കും. അപ്പോൾ ആ ഡോഗിൻ്റെ സൈക്കോളജിയും കൂടെ അറിഞ്ഞിട്ടുള്ള ട്രെയിനറിൻ്റെ അപ്രോച്ചിലാണ് ഈ പരിപാടികളൊക്കെ നടക്കണം. ഇൻസ്റ്റൻ്റ്ലി ഈ സൈക്കോളജി അറിഞ്ഞുകൊണ്ട് അതിനെ ഫീഡ് ചെയ്യുക, അതിന് റിവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരാളായിരുന്നു ഡോക്ടർ ട്രെയിനർ ജിജേഷ് ഭായ്. പുള്ളിയുടെ ഉള്ളിൽ നല്ലൊരു ഫിൽം മേക്കർ ഉണ്ട്. അതിനുള്ള ആ അറിവാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. എത്ര ഡോഗ് ഉണ്ട് സിനിമയിൽ? 9 ഡോഗ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി. ഇത് ലാസ്റ്റിൽ ഞങ്ങൾ നിൽക്കുമ്പോഴും ഞങ്ങൾ വരുമ്പോഴും ഇവരൊക്കെ ഉണ്ട് തോന്നുന്നു, 7-8 പേര് ഉണ്ട്. ത്രൂ ഔട്ട് അവിടെ ഉണ്ട്. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ടീം. ഇവർ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഉള്ള സീക്വൻസ് കുറവുണ്ടാവില്ല. എന്ത് ധൈര്യത്തിലാണ് എന്നീ സെക്യൂരിറ്റിനെ അവിടെ വെച്ചിട്ട് ലോങ് ഷോട്ടിൽ നിങ്ങൾ ദൂരെ എവിടെയൊക്കെയോ നിന്നിട്ട് കാരണം ഇവര് കുറേ ദിവസം ഇതാക്കിയതാണല്ലോ, നമ്മൾക്കറിയില്ലല്ലോ അത്. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയിട്ട് വിശാലമായ സ്ഥലം എവിടേക്ക് ഓടപ്പം ഞങ്ങൾ ഇതിങ്ങനെ ഷോട്ട് ചെയ്യുമ്പോൾ ഞാൻ സൈറിക്കയുടെ അടുത്ത് പറയുന്നുണ്ട്, നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പം ഈ കാറ്റത്ത് നമ്മൾ നിന്നിട്ട് 2 സ്റ്റെപ്പ് നമ്മൾ കാറ്റ് നമ്മളെ പിന്നിലേക്ക് ആക്കും. അപ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കും, ഞാൻ ചിലപ്പോൾ ഇതാക്കുമ്പോൾ സൈറിക്ക പിടിച്ച് നിൽക്കും. നല്ല കാറ്റായിരുന്നു ആ സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു സൈക്കിൾ എടുത്ത് ഇപ്പോൾ എങ്ങാനും ഇത് ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഇപ്പം എങ്ങോട്ട് ഓടുന്നറിയില്ല, കാരണം എവിടേക്ക് ഓടിയിട്ടും കാര്യമില്ല, എല്ലായിടത്തും ഞാൻ പറഞ്ഞു സൈറിക്ക ഒറ്റ കാര്യം സൈറിക്ക മുണ്ടാച്ചിട്ടിരിക്കുന്നത്, എങ്ങാനും ഇതിൻ്റെ ഇടയിൽ മുണ്ട് ഒഴിപ്പോയി ഒന്നും അതെടുക്കാൻ നിൽക്കണ്ട. ഇതൊക്കെയാണ് നമ്മൾ, കാരണം വേറെ എന്താ പറയുക അപ്പോൾ അതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിന് ചില കല്ലുകളൊക്കെ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഓടാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില സമയത്ത് ഈ ഡോഗ് ട്രെയിനർ പിന്നെ വാവൂ എന്നൊക്കെ പറയുമ്പോൾ ഇതെടുത്തിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടിക്കളയും. അപ്പോൾ നമ്മൾ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് ആദ്യത്തെ ഒരു 1-2 മണിക്കൂർ അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ മഞ്ഞ് വരും, പിന്നെ വീണ്ടും പോവും, വീണ്ടും മഴ പെയ്യും, വീണ്ടും അസംബിൾ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി നല്ല അല്ലേ, നമുക്ക് പേടിയൊക്കെ തീർന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ ആദ്യത്തെ സമയത്ത് ഞങ്ങളൊന്ന് ഞെട്ടിയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് ആയിക്കോട്ടെ, കിഷ്കിന്ധകാണ്ഡം, ഇനി എക്കോ, മൂന്നിലും പറയണത് ഫൈനൽ ചാപ്റ്റർ ഓഫ് ആനിമൽ ട്രിലോജിയാണ്. കേരള ക്രൈം ഫയൽസും എക്കോയിലും കോമൺ സാധനം നായനെയാണ് കൂടുതലും കാണിച്ചേക്കുന്നത്. ശരിക്കും നായയുടെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും പെറ്റുണ്ട് ബാഹുലിന്. അതേപോലെ തന്നെ കണക്ഷൻ എങ്ങനെയാണ് ഇവരായിട്ട്, നായായിട്ടും ആനിമൽസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്താണ്? വേറെ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. വീട്ടിലൊരു പെറ്റുണ്ട്, സ്പിറ്റ്സ് ഉണ്ട്. അതിനപ്പുറത്തേക്കുള്ള വലിയ അറിവുകളൊന്നും എനിക്കും ഡോഗിനെ കുറിച്ചില്ല. വരലിപ്പോൾ വാട്ടവർ ലിറ്റിൽ അതിനോ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ അത് ഈ പറഞ്ഞൊരു സബ്ജക്റ്റിന് എന്തെങ്കിലും USP ഉണ്ടാക്കാൻ വേണ്ടി ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നുള്ള രീതിയിലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയുടെ ഒരു ആർക്കിടൈപ്പ് വെച്ചിട്ട് ഈ രീതിയിലുള്ളതായിരിക്കണം. ഒരു സിംഗിൾ സ്റ്റാറിൻ്റെ ഷോൾഡറിൽ ഓവറോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാവരുത്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു
എന്തെങ്കിലും സ്ക്രിപ്റ്റ് ആയിരിക്കണം എന്നുള്ളത് എഴുതി തുടങ്ങണതിന് മുന്നേ, കഥ പോലും ആലോചിക്കണതിന് മുന്നേ ഇതാണ് ആലോചിക്കണേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസറിനെ മുന്നിലേക്ക് വെക്കുമ്പോൾ എന്താണ് അപ്പോൾ ഇതിന് USP എന്ന് പറയുന്നൊരു ഒരു പോയിന്റ്, ഒരു ക്യാൻഡി വെക്കണമല്ലോ. അപ്പോൾ ആ ക്യാൻഡി മുന്നിലേക്ക് വെക്കുക. ആ ക്യാൻഡിയാണ് ഇതിലത്തെ ഡോഗ്സിൻ്റെ പ്രസൻസ്, അതിൻ്റെ ഫ്ലേവർ, അത് മെറ്റാഫറിക്കലിയും ലിറ്ററലിയും ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ക്യാൻഡിനെസ്. ഇപ്പൊ നല്ല ആനിമൽ ട്രയോളജി ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ടേ? What is coming? ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട, എനിക്കേ ഒരു ധാരണയില്ല. കോവിഡ് സമയത്തിരുന്ന് കുറെ എഴുതിന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ഇല്ലില്ല, എഴുതിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 8 കഥകളോ എഴുതിന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഇട്ട് നോക്കുകയാണല്ലേ. ഞങ്ങൾ ഓർത്തു ഇനി ഇഷ്ടംപോലെ കഥകളൊക്കെ ഉണ്ടാവും. വെറുതെ ഇരിക്കുമ്പോൾ എഴുതുന്നതല്ലേ ഇങ്ങനെയൊക്കെ. ഒന്നും ആലോചിച്ചിട്ടില്ല. കിഷ്കിന്ദ കാണ്ഡത്തിന്റെ ഗ്യാപ്പിൽ എക്കോ എഴുതിന്നൊക്കെ കേട്ട്. കിഷ്കിന്ദാണ്ട എഴുതി കഴിഞ്ഞ് ഷൂട്ടിന് മുന്നേ ഉള്ള ഒരു ഗ്യാപ്പിലായിരുന്നു എക്കോ എഴുതിയത്. ഈ പടത്തിലെ കുറേ ഡയലോഗ് നായുമായി കമ്പയർ ചെയ്തിട്ടാണ് എഴുതിയത്. അതെങ്ങനെ എഴുതിയെടുക്കുന്നത്? അല്ല, അതിന് പ്രത്യേകിച്ച് ഹാക്കുകളൊന്നുമില്ല. അത് തോന്നിയ പോലെ മനോധർമ്മം പോലെ തോന്നിയത് ചെയ്തതേ. പ്രത്യേകിച്ച് അങ്ങനെ ഡെലിബറേറ്റ് പ്ലാനിങ്ങുകളോ ഡിസൈനുകളോ ഒന്നുമില്ല. ആ മൊമെന്റിൽ തോന്നുന്നത്. ഇത് ഏത് ജോണർ സിനിമയാ? ഏത് ജോണർ സിനിമയിൽ ഞങ്ങളിത് എടുക്കണം? അതൊന്നും പറയുന്നില്ല. അത് അല്ലല്ല, കൺഫ്യൂഷൻ അല്ല. അത് ഓരോരുത്തർക്കും ഓരോ ജോണറായിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതല്ലേ. എന്നാലും ബാഹുലിന്റെ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിരുന്ന ഒരു പീരിയഡ് മിസ്റ്ററി ഡ്രാമ, അതെന്ന് വെച്ചാൽ ബുക്ക് മൈ ഷോയിൽ വരുമ്പോൾ എന്തായാലും നമ്മളിത് ജോണർ സ്പെസിഫൈ ചെയ്തേ പറ്റുള്ളൂ. ത്രില്ലറുമാണ് അതിൽ. മിസ്റ്ററി ത്രില്ലർ എന്നല്ലേ? മിസ്റ്ററി ഡ്രാമ എന്നല്ല നമ്മൾ കൊടുക്കുന്നുള്ളൂ. അത് ത്രില്ലറായി മാറി. ത്രില്ലടിക്കുന്നവർക്ക് ത്രില്ലറായിട്ട് റീഡ് ചെയ്യാം. ത്രില്ലിങ്ങുമാണ്, അങ്ങനെ പറയാം. സിനിമയിൽ ഒരുപാട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് പ്രൊട്ടക്ഷൻ ഇസ് സംടൈംസ് റെസ്ട്രിക്ഷൻ എന്നുള്ളത്. എങ്ങനെ എവിടെ നിന്ന് ഇങ്ങനത്തെ ബോൾഡ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നത്? എവിടുന്നാന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ അതായിരുന്നു ഇതിൻ്റെ ഇനീഷ്യേഷൻ, ഇൻസെപ്ഷൻ പോയിന്റ് അതായിരുന്നു. ആ ഡയലോഗായിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡയലോഗിൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്ത് ഡ്രാമയിലേക്ക് ഇത് പ്ലേസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്ത് തുടങ്ങണത്. അതായത് ആദ്യം ഒരു ഡയലോഗിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡയലോഗ് അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇല്ല, അത് പ്രത്യേകിച്ച് ഇങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഇതേ ഒരു ഡയലോഗായിട്ട് ആലോചിച്ചു എന്നല്ല പറയണേ. എഴുതുമ്പോഴാണല്ലോ നമ്മൾ ആർട്ടിക്കുലേഷൻ നടക്കുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. പ്രൊട്ടക്ഷൻ റെസ്ട്രിക്ഷൻ എന്താണ് അതിൻ്റെ ഷേപ്പ് ആൻഡ് ഫോം എന്നുള്ളത് എനിക്കൊന്നും ഓർമ്മയില്ല. നമുക്കൊരു ആശയം എന്ന് പറയുന്നത് കൃത്യം സെൻറ്റൻസ് ആൻഡ് ഫുൾ സ്റ്റോപ്പ് കോമയിട്ടിട്ടായിരിക്കുമല്ലോ ആശയം വരുന്നത്. അതെന്തോ ഒരു ഫീലിംഗ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഫീലിംഗ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ആശയം തോന്നിയിട്ടുണ്ടാവുക. കൃത്യം എനിക്കത് ഓർമ്മയില്ല എന്തായിരുന്നു ആ ഇനീഷ്യേഷൻ പോയിന്റിലത്തെ ആശയം എന്നുള്ളത്. പിന്നെ അത് നമ്മുടെ ബ്രെയിൻ, എല്ലാവരുടെയും ബ്രെയിൻ സഞ്ചരിക്കുന്നത് പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ തീമിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള എൻറ്റൈറ്റി ഡോഗ്സ് ആണ്. കാരണം കാവൽ നായ്ക്കൾ എന്ന് പറയുന്നൊരു ടേമും കാര്യങ്ങളുണ്ടല്ലോ. വാട്ട് ഇഫ് കാവൽ നായ്ക്കൾ വാസ് ദ അതർ വേ അറൗണ്ട് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ സാധ്യത തോന്നി. പിന്നെ അത് വെക്കാൻ പറ്റുന്ന കഥ എന്താണെന്നുള്ളത് നോക്കി. സന്ദീപ് മച്ചിൽ കിടക്കുന്നുണ്ട്, മച്ചിൽ നിന്ന് കുറേ എഴുതുന്നുണ്ട്. ഇതുപോലെ കുട്ടിക്കാലത്ത് ചില മാഗസീനുകൾക്ക്, ആഴ്ചപ്പതിപ്പുകൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഞാനാ ഓക്കെ, ഒരു ഫൺ സ്റ്റോറി പറയാം. ഞാൻ ആശാൻ ഈ ചോദ്യം എല്ലാവർക്കും ഉണ്ട്. വായിച്ച കഥകളാണെങ്കിൽ നമ്മൾ പറയുന്നത് അവളെല്ലാം എതിർപ്പാക്കാതെ അന്തളവുകളല്ലേ. ഇവിടെ നീ ചോദ്യം പറഞ്ഞേ. പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നുണ്ടോ ഇന്റർവ്യൂ? അപ്പോൾ ആശാൻ മെമ്മോറിയൽ കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ ഞാൻ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോയത്. ഞാൻ അതിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതുമായിരുന്നു. ഓക്കെ, ഇപ്പോഴാണ് ഈ ഇന്റർവ്യൂ രസമായത്. അല്ല, ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെയൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്, എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ ആദർശിൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ ആശാൻ മെമ്മോറിയൽ കോളേജിൽ എത്തുന്നത്. ആ കസിൻ അവിടെ സീനിയർ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ അവന് സിനിമയിലെത്താനാണ് ആഗ്രഹം, അവൻ കഥകളൊക്കെ എഴുതും, ചെറുകഥകളൊക്കെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആദ്യം എന്നെ ഹോസ്റ്റലിൽ എത്തിയിട്ട് ആദ്യം എന്നെ റാഗ് ചെയ്യാൻ വന്നത് ഈ ചേട്ടൻ തന്നെ. ഈ ചേട്ടൻ എൻ്റെ കെയർ ടേക്കറാണെന്ന് വിചാരിച്ചിരുന്ന ചേട്ടൻ്റെ പരിവാരങ്ങളെ കൂട്ടിയിട്ട് വന്നിട്ട്, നീ വലിയ എഴുത്തുകാരനാണല്ലേ എന്ന് പറഞ്ഞിട്ട്, ഇല്ല അങ്ങനെയൊന്നും ചേട്ടാ, നീ എഴുതുമോ? ഇല്ല അങ്ങനെയല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നീ എനിക്ക് ഇപ്പോൾ ഒരു കഥ എഴുതണം. കഥ എഴുതണം, സ്ക്രിപ്റ്റ് എഴുതണം എന്ന് പറഞ്ഞാൽ കഥ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വിഷയം ഇപ്പോൾ തരുന്നു. അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കണ്ടിട്ടില്ല. അല്ല, അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ട് എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടാ ഫസ്റ്റ് പാർട്ടേ ഞാൻ കണ്ടിട്ടില്ല, പിന്നെ അങ്ങനെ സെക്കൻഡ് പാർട്ട് എഴുതാം. ഒരു കുഴപ്പമില്ല, അതിൻ്റെ കഥ ഞാനിപ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന വിഷ്ണു എന്ന് പറഞ്ഞൊരു ചേട്ടൻ അതിൻ്റെ രത്നച്ചുരുക്കം പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് കഥ, ഇങ്ങനെയൊക്കെയാണ് ക്യാരക്ടേഴ്സിൻ്റെ പേര്, ഇത് വെച്ചിട്ട് എഴുതണം. ഇപ്പം 7 മണി 8 മണിക്ക് മെസ് ഹാളിൽ ഡിന്നറുണ്ട്, അത് കഴിഞ്ഞ് 9 മണി വരെ നിനക്ക് സമയമുണ്ട്, 9 മണിക്ക് ഞങ്ങൾ ഒരു സാധനം റെഡി ആയിക്കോളാം.
പറഞ്ഞിട്ട് എന്നിട്ട് എഴുതിയോ? പിന്നെ എഴുതാണ്ടിരിക്കാൻ എന്ത് ചെയ്യും? അന്ന് തുടങ്ങിയതാണ്. സത്യം പറ, അത് ഇപ്പോഴും വീട്ടിലില്ലേ? ഇല്ല വീട്ടില. അതിന്റെ വൺ ലൈൻ പറഞ്ഞാൽ ഞാനത് വായിച്ചിട്ടുണ്ടോ ഡൗട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എന്താ വെച്ചാൽ 9 മണിക്ക് ഇവർ എക്സാമിനേഴ്സ് തിരിച്ചു വന്നു ആൻസർ പേപ്പർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമായി. അപ്പോൾ അതിലത്തെ ജിതിൻ നമ്പ്യാർ എന്ന് പറയുന്നൊരു ചേട്ടൻ, പുള്ളി ഒരു ഡയറക്ടറും ടെക്നീഷ്യനൊക്കെയാണ് അന്നേ. അപ്പോൾ പുള്ളി വിഷ്ണു ശർമ്മ ഇവരൊക്കെ ഒരു ബാച്ചാണ്, ഇവരൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. അപ്പോൾ ശർമ്മയുടെ ഒക്കെ അടുത്ത കൂട്ടുകാരനാണ്. അപ്പോൾ അവർക്ക് ഇത് വായിച്ചിട്ട് ഇഷ്ടമായിട്ട്, എടാ നീ അപ്പോഴത്തേക്ക് ആറ്റിറ്റ്യൂഡ് മാറി, റാഗിങ് മൈൻഡ് മാറിയിട്ട്, ആഹാ കൊള്ളാലോ, അന്ന് നീ ഷോർട്ട് ഫിലിം, അന്ന് നീ ഒരു സ്ക്രിപ്റ്റ് എഴുത്, നമുക്ക് ഇന്ന് രാത്രി എന്തെങ്കിലും ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു, ഇപ്പോൾ അതും റാഗിങ്ങിൻ്റെ ഒരു ടോൺ ഉപയോഗിച്ചു, സമയമൊന്നുമില്ല ഇപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മിനിയേച്ചർ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ പിന്നെ അതൊരു ലോങ് കൊളാബറേഷൻ്റെ നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് അത് എത്തി നമ്മളെല്ലാവരും കൂടി. അത് ഈ കരിയർ യാത്രയിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ആ കഥ വരുമെന്ന് രഞ്ജിത്ത് എന്ത് ആകാംക്ഷയോടെ കേട്ടോണ്ടിരിക്കുന്നത്. അതിന്റെ കഥ കേട്ട് ഈ അളിയൻ മറ്റേ ചോട്ടാവുമ്പയിൽ ഞാൻ പോണ്, പടക്കളം ബഷീർ പോണ്. ഞാനതിൽ ഇപ്പൊ ആലോചിച്ചത് ഗ്രോത്ത് ആ ശർമ്മയിൽ നിന്ന് ഈ ശർമ്മയിലേക്ക്. ഇവന്റെ പേര് ആകാശ് ശർമ്മ. മനസ്സിലായത് പറഞ്ഞപ്പോൾ അല്ല, ഞാനത് ഇഗ്നോർ ചെയ്താണ്. കറക്റ്റ് ഇത് ഓർമ്മിപ്പിച്ചു. എനിക്ക് തന്നെ ചോദിക്കാനുള്ള, ആസ് എൻ ആക്ടർ എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ സ്പോട്ട് ചെയ്യണത്? അതായത് അഞ്ചാത്തി എന്ന് പറഞ്ഞ തമിഴ് സിനിമ മിസ്കിന്റെ 2ാമത്തെ സിനിമ ആയിരുന്നു. മിഷ്കിന്റെ ആദ്യത്തെ സിനിമ ഞാനാണ് ചെയ്തത്. അതേപോലെ മലയാളത്തിൽ രാഹുൽ സദാശിവന്റെ ഫസ്റ്റ് ഫിലിം. കൂടെ നോക്കുവാണെങ്കിൽ കൈതി ലോകേഷിന്റെ 2nd ഫിലിം ആയിരുന്നു. ഇപ്പൊ എക്കോ നോക്കുവാണെങ്കിൽ ഡിഞ്ചിത്തിന്റെ 3rd ഫിലിമാണ്. എക്കോന്റെ കാര്യമാണ്, ഇവർ ഓൾറെഡി മറ്റവരൊന്നും ആരും ആദ്യത്തെ പടങ്ങളായിരുന്നു പലതും. അപ്പോൾ നമ്മളത് പിന്നെ നമുക്കറിയാം. ഇപ്പോൾ രാഹുലിൻ്റെ ഇത് വന്നപ്പോഴും രാഹുൽ ആദ്യം വന്ന് രാഹുൽ കഥ പറയുമ്പോൾ ഒരു ഏലിയൻ അബ്ഡക്ഷനെ പറ്റിയിട്ടാണ് പറയണത്. അപ്പോൾ ഞാൻ മലയാളം സിനിമയിൽ നമ്മൾ ഇത് രാഹുൽ ഇത് എങ്ങനെയാണിത് സംഭവം, ആൻഡ് ഹി വാസ് വളരെ കറക്റ്റായിട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ പോണത്, ഇങ്ങനെയാണ് പുള്ളിയുടെ ടീം ഇങ്ങനെയാണ്. അപ്പോൾ വളരെ ക്ലാരിറ്റിയാണ് ആൻഡ് വെരി അൺയൂഷ്വൽ തോട്ട്. അപ്പോൾ നമ്മൾ ഈ പല സിനിമകളും കണ്ട് വളരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായൊരു ചിന്ത അല്ലെങ്കിൽ പുതുതായിട്ട് പലതും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ റിസ്ക്. രാഹുൽ നാൾ പറയുമായിരുന്നു, ഈ പടം ഇറങ്ങിയപ്പോൾ അതിന് കറക്റ്റ് പ്രൊഡക്ഷൻ സൈഡൊന്നും ശരിയായിരുന്നില്ല. ശരി മീൻസ് ഒരു ന്യൂ കമേഴ്സാണ് റിലേറ്റീവ്ലി. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ പൾസ് ഓഫ് ദി ഓഡിയൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ക്ലബ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇത് കുറച്ചങ്ങ് മാറി നിൽക്കും. നമ്മുടെ ആ തീം തന്നെ, ഏലിയൻ അബ്ഡക്ഷൻ തന്നെ നമ്മളുടെ ഇതുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്തൊരു സാധനമാണ്. പിന്നെ അത് നമ്മളിലേക്ക് എങ്ങനെ എത്തിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് കുറച്ചും കൂടി ഒരു ഫോറിൻ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ചിന്തയിലാണ് പുള്ളി കൺസീവ് ചെയ്തിരുന്നത്. അപ്പോൾ പക്ഷേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രാഹുൽ കയറി വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങളായിട്ടത് സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഭൂതകാലത്തിൽ വന്നപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുള്ളതാണ്. ചിലപ്പോൾ അത് എൻ്റെ അടുത്ത് പലവരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഈ ചിലപ്പോൾ നമ്മൾക്ക് പിന്നെ ഇത് റിലേറ്റീവാണ്. നമുക്ക് ഓക്കേന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഓക്കേന്ന് തോന്നാതിരിക്കാം. നമ്മൾ എത്രത്തോളം സിനിമേനെ ആസ്വദിക്കുന്നു, നമ്മുടെ ജഡ്ജ്മെൻറ്റ് എത്രത്തോളം നല്ലതാവുക എന്നുള്ളത് അതൊരു പേഴ്സണൽ ഇതാണ്. നമ്മൾ സിനിമേനെ എങ്ങനെ കാണുന്നു, ലൈഫിനെ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചിരിക്കും, ജനങ്ങളെ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചിരിക്കും. നമ്മൾ നല്ലൊരു ഓഡിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇത് അങ്ങനെയാണ്. ഇതുകൊണ്ട് എല്ലാവരും ജഡ്ജ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്തേക്ക് കറക്റ്റ് സബ്ജക്റ്റ് വരിക എന്നുള്ളത് അതൊരു ലക്കാണ്. പക്ഷേ ലക്ക് കൂടുതലാവുമ്പോൾ കൂടുതൽ നല്ല പടങ്ങൾ വരും, കുറയുമ്പോൾ അതിനനുസരിച്ചിട്ട് കുറയും. ചെറിയൊരു സീനുണ്ട് ആ സിനിമയിൽ രഞ്ജിത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കാണിക്കുന്ന ആ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് എഴുന്നേറ്റ് ആ മതി വാന്ന് കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ടായിരുന്നു. വാ, അത് ശരിക്കും ഭയങ്കര നാച്ചുറലായിട്ട് വന്നു. സെറ്റിലായിട്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് അത് ഇതായി. എന്തും പറഞ്ഞായിരുന്നു കേട്ടോ, അവൻ ഇത് കാണിക്കുന്ന ഭയങ്കര രസമുണ്ടെന്ന് ഞാൻ പറയാൻ പറഞ്ഞു. ചായ കാണിച്ചു തരാം. ചായ മാത്രമേ ഉള്ളൂ, ബിരിയാണി. ലോറിക്ക് പേരിട്ടിട്ടുണ്ട്, ജീപ്പിനൊക്കെ പേരിട്ടിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം ഇട്ടതാണോ അതോ മാലാക എന്നൊക്കെ ഇട്ടിട്ടുണ്ട്? മനഃപൂർവ്വം ഒരു കുസൃതി. ശരിക്കും ആ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ്സ് വരുമ്പോഴായിരിക്കും അതിനേക്ക് ഒരു എന്തെങ്കിലും ഡീറ്റെയിൽ ആഡ് ആയതുപോലെ അല്ലെങ്കിൽ ഒരു അറ്റൻഷനും തോന്നുക. നമ്മളിപ്പോൾ ഭീകരത കാണിച്ചുകൊണ്ട് ഒരു ലോറി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ആൾക്കാരും കുറച്ച് റഗ്ഗഡ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് റഫായിട്ടുള്ള ആൾക്കാർ വരുന്നു. അപ്പോൾ അതിന് ആ റഫ്നെസ് തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു, ഞാൻ എന്തെങ്കിലും റാൻഡം എക്സാമ്പിൾ പേര് പറഞ്ഞാൽ അത് ആ പേരുള്ള ആർക്കെങ്കിലും അത് ഒഫൻഡഡ് ആവും. അതുകൊണ്ടാണ് ഒരു പേര് പറയാത്തത്. എന്നാലും കാലാകാലങ്ങളെ സിനിമയിൽ കേട്ട് വളർന്നു എന്നുള്ള രീതിയിലുള്ളൊരു എന്തെങ്കിലും ഒരു
റഫ്നെസ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പേരിട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് അതിൽ ആഡ് ഓൺ സർപ്രൈസുകളൊന്നുമില്ല. മനസ്സിലായി? ഇപ്പോൾ സദ്യക്ക് കറികൾ വിളമ്പുമ്പോൾ എല്ലാം ഒരുവിധം എല്ലാം എരിവുള്ളതും മല്ലിപ്പൊടി ഉള്ളതും എല്ലാം കാര്യമുണ്ട്. പക്ഷേ അതിനിടയിൽ മറ്റേ പൈനാപ്പിൾ കിച്ചടി എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പുളിയിഞ്ചി എന്ന് പറയുന്ന സാധനം മധുരമുള്ളത്. അപ്പോൾ ആ ഇത്രയും മധുരം ഇല്ലാത്ത സ്പൈസിൻ്റെ ഇടയിൽ മധുരമുള്ളൊരു എലമെൻറ്റും കൂടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു കോൺട്രാസ്റ്റ് ആണല്ലോ നമുക്ക് കിക്കിൻ ആകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പഴംപൊരിയും ബീഫും എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞവരെയാണ് ഒരു പ്രത്യേക രീതിയിൽ പോർട്രേ ചെയ്തൊരു ഭീകരത എന്നുള്ള രീതിയിൽ ലോറിയെ പോർട്രേ ചെയ്യുമ്പോൾ അതിന് ചേരാത്തത് നിന്ന് തോന്നിക്കുന്ന ഒരു പേര് കൊടുക്കുക, ക്യൂട്ടായിട്ടുള്ളൊരു പേര് കൊടുക്കുക. അങ്ങനെയാണ്. ശരി, അതിന് വല്ല സേത്താൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഫക്റ്റ് ഉണ്ടാവില്ല. ഈഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഡസൻ ആഡ് എനിത്തിങ്. കൺവെൻഷണൽ സിനിമയിൽ നോക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഈഗിൾ എന്നുള്ള പേര് ഒരു പരുന്നിൻ്റെ സൗണ്ടും കൂടെ ഇടും. അങ്ങനെയൊന്നും വേണ്ട. എൻ്റെ വാസുണ്ണൻ്റെ അതെ. അപ്പം അങ്ങനെ പോകണ്ടെന്നുള്ള രീതിയിലാണ് മാലാക എന്നുള്ളത് വരുന്നത്. ലീനമോൾ എന്നുള്ള പേരിട്ടത് ബൈ ചാൻസ് ആണ്. അത് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ലീന എന്ന് പറയുന്നൊരു ക്യാരക്ടർ ക്രിയേറ്റ് ആയി. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് എഴുതുന്ന സമയത്താണ് അശോകേട്ടൻ്റെ വീട്ടിലത്തെ ഇങ്ങനൊരു സീൻ വരുന്നത്. അപ്പോൾ ആ സീനിൽ ആ പാനിക്ക് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അമ്മയും മോളും വേണം എന്നുള്ളത് ആ മൊമെൻറ്റിലത്തെ ആവശ്യമാണ്. ആ സീൻ എഴുതുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സിന് ഇനി പിന്നീടും വലിയ പ്രയോജനം വരാൻ സാധ്യതയില്ല എന്ന് അപ്പം തോന്നി. അപ്പോൾ ഈ ഫോർ സേക്ക് ഓഫ് ദാറ്റ് വൺ സീൻ ഓൺലി ഒരു പുതിയതായിട്ട് 2 ആർട്ടിസ്റ്റുകളെ ഒരു ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അത് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൊഹിയറൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോഴാണ് എന്നാൽ പോസ്റ്റ് ഓഫീസിൽ ഓൾറെഡി ഒരു പെൺകുട്ടി ക്രിയേറ്റ് ആയി കിടപ്പുണ്ട്, ശ്രീലക്ഷ്മി ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിനെ തന്നെ ഇവിടെ അശോകേട്ടൻ്റെ മോളായിട്ട് നിയമിക്കാം എന്നുള്ള രീതിയിൽ വെച്ചു. എന്നിട്ട് തിരിച്ചു പോയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇയാളുടെ മോള് തന്നെ ആയിരിക്കാം എന്നുള്ള രീതിയിലേക്ക് ലീഡ് വരുന്ന 1-2 ഡയലോഗുകൾ 2 സീനിലും ആഡ് ചെയ്തു. മോൾക്ക് ഓർമ്മയില്ലേ എന്ന് പറയുന്ന അശോകേട്ടൻ പറയുന്നതും തൊട്ട് പ്രീവിയസ് സീനിൽ സന്ദീപ് ശ്രീലക്ഷ്മിയുടെ അടുത്ത് കടയിൽ പുതിയ വരുമ്പോൾ അപ്പുട്ടിയേട്ടനാണ് ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വന്ന സമയത്ത് പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്താണ് ആർട്ടിൻ്റെ പ്രോപ്പർട്ടി ലിസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ അഫ്നാസ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ആർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട്. അപ്പോൾ അവൻ വന്ന് വെച്ചാൽ എന്താണ് ഈ ജീപ്പിന് എന്താണ് പേര് കൊടുക്കേണ്ടത് എന്ന് വെച്ചപ്പോഴാണ് ലീന മോൾ എന്ന് കൊടുക്കാം, എന്നാലും മകളെ ലീന എന്നുള്ള രീതിയിൽ നമ്മളാക്കിയല്ലോ. അങ്ങനെയായിരുന്നു അതിൻ്റെ തീരുമാനം. നരൻ ചേട്ടനും ലാത്തി ചേട്ടത്തിയുടെ കുറച്ച് സീക്വൻസസ് ഉണ്ട് പടത്തിൽ. അതായത് അവർക്കാണെങ്കിൽ മലയാളം അധികം അറിയില്ല. അപ്പോൾ അവരോട് ആ റാപ്പ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുത്ത് അതെങ്ങനെ മാനേജ് ചെയ്തു? ഇല്ല, ചേച്ചി ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് ഒരു ആളുണ്ടായിരുന്നു ഇത് പഠിപ്പിക്കാൻ. അപ്പോൾ പിന്നെ ചേച്ചി ഇത് ബൈഹാർട്ടായിട്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ ചില വാക്കുകൾ ചേച്ചി ചോദിക്കും. അപ്പോൾ ഞാൻ ചില സീക്വൻസിൽ എൻ്റെ OSSൽ ചേച്ചി പറയുമ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചെറുതായിട്ട് പറയുമായിരുന്നു അതിതാണ്. കാരണം ചേച്ചിക്ക് ചിലത് കിട്ടില്ല. അത് ഞാൻ പറയും, ചിലപ്പോൾ ഒന്ന് ലിപ്പ് നോക്കാൻ പറയും. എനിക്ക് കുറച്ച് സീക്വൻസുകളേ ഉള്ളൂ, പടം കുറേ ഉണ്ടെങ്കിൽ എനിക്ക് അത് ആദ്യം മുതലേ ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് കിട്ടും അത് പെട്ടെന്ന്. അപ്പോൾ ചേച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഒന്ന് ബൈഹാർട്ടായി പഠിക്കും. പിന്നെ അതിൻ്റെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് വേർഡ് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് മൈൻഡിൽ വെക്കും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അവർക്കത് പ്രൊണൗൺസ് ചെയ്യാൻ. പക്ഷേ ലിറ്ററലി അവരിരുന്ന് പഠിക്കുന്നത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ചേച്ചി അപ്പോൾ ലാംഗ്വേജും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിട്ടുണ്ട്. അതെ. കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞപ്പോൾ കുട്ടി എവിടെയെന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഇത് കഴിഞ്ഞപ്പോൾ മറ്റേ പുള്ളി എവിടെയെന്നാണ്. എവിടെ അതിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ പോയിന്റ് അപ്പ് ചെയ്യാം. ഉത്തരവുണ്ട്. നേരത്തെ പറഞ്ഞൊരു ചേരുംപടി ചേർക്കുക, ആ വരയൊന്നും മേലോട്ട് വരച്ചു. ഉത്തരങ്ങളെല്ലാം ഉണ്ട്, ഒന്നും ആൻസർ ചെയ്യാണ്ട് ഒന്നും വിട്ടിട്ടില്ല, എല്ലാം ഉണ്ട് ഇതിലുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് കൂടെ ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മൂന്നി നിർത്തണ്ട. ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടിയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. അതെനിക്ക് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അത് ആകെ അറിയാമായിരുന്നു അപ്പൊ പുള്ളിക്കായിരുന്നു. അത് മറന്നു പോയി. അപ്പൊ താങ്ക് യു എന്തായാലും അല്ലേ. Thank you so much. Thank you.